എനിക്കുള്ളതെന്ന് യഹോവ ഭക്തർ പറയട്ടെ. 3 കൂട്ടരോട് എടുത്തു പറയുകയാണ്. 1 ഇസ്രായേൽ ഗൃഹത്തോട്, 2 അഹരോൻ ഗൃഹത്തോട്, 3 യഹോവ ഭക്തന്മാരോട്. ഞാൻ ഈ 3 ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് വേഗത്തിൽ തിരുമേശയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 3 കൂട്ടരോട് ദൈവം എടുത്തു പറയുന്നത്. 1 ഇസ്രായേൽ അത് പറയണം. എന്ത് പറയണം? യഹോവയുടെ ദയ എന്നേക്കുമുള്ളതെന്ന് ആദ്യം പറയേണ്ടത് ഇസ്രായേൽ. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം നമുക്കറിയാം. ആമേൻ, ആമേൻ, ആമേൻ. യോസേഫിനെ അറിയാത്ത ഒരു മന്ത്രി മിസ്രൈമിൽ വന്നപ്പോൾ യോസേഫിന്റെ സഹോദരങ്ങളെല്ലാം മിസ്രൈമിൽ അടിമപ്പെട്ടു. ഏകദേശം 400 വർഷം മിസ്രൈമിൽ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു ജനം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? യോസേഫിനെ കാണാൻ മിസ്രൈമിൽ ചെന്നതാ. അന്ന് യോസേഫ് മിസ്രൈമിലെ ഫറവോയായിരുന്നു. യോസേഫിന്റെ കാലശേഷം പുതിയ ഫറവോ വന്നു. ആ സമയത്ത് ഇസ്രായേൽ ജനത്തെ ആ ഫറവോ തടവറയിലിട്ടു, അടിമകളാക്കിയിട്ടു. അടിമ ജോലി അവർക്ക് ചെയ്തു കൊടുത്തു. ഇഷ്ടിക ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. വലിയ കട്ടകൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിൽ അവർ എന്ത് ചെയ്തു? അടിമകളായി ജോലി ചെയ്തു. കൂലിയില്ല, നല്ല ഭക്ഷണമില്ല, നല്ല വസ്ത്രമില്ല, നല്ല പാർപ്പിടമില്ല, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല. ഇങ്ങനെ ഒരു പ്രവാസകാലം ഇസ്രായേൽ ജനം 400 വർഷം മിസ്രൈമിൽ, ഈജിപ്തിൽ അടിമകളായി കിടന്നു. 400 സംവത്സരം. ഈ സന്ദർഭത്തിൽ അവർ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ദൈവം അവരെ വിടുവിക്കുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് എടുത്തു പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, നിങ്ങൾ അവരുടെ ദയ മറക്കരുത്. കേൾക്കുന്നവരെ പറയട്ടെ, കഴിഞ്ഞ കാലത്ത് കഷ്ടതയിലും തീച്ചൂളയിലും കഴിക്കാൻ ഭക്ഷണമില്ല. തിരുവനന്തപുരം ഇങ്ങനെ പറയുന്നു, അവർ ഇറച്ചിക്കാലത്തിന്റെ ചുവട്ടിൽ പോയി ഇറച്ചിയൊന്നും കഴിച്ചില്ല, കലത്തിന്റെ ചുവട്ടിൽ ഇരുന്നതേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ? ഇസ്രായേലിൽ വെള്ളരിക്കായും ചുറ്റുള്ളിയും എള്ളും തുടങ്ങിയ സാധനങ്ങൾ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇറച്ചിക്കലത്തിന്റെ ചുവട്ടിലും അവരിരുന്നു. എന്നാൽ ശ്രേഷ്ഠകരമായ മന്നയും കാടയും കൊണ്ട് ദൈവം പിന്നത്തേതിൽ അവരെ നടത്തി അത്ഭുത വാഗ്ദത്ത ദേശത്തെത്തിച്ചു. ആമേൻ. ഇവിടെ മോശെ ദാവീദ് എടുത്തു പറയുകയാണ്, ഇസ്രായേൽ ഗൃഹം അവിടുത്തെ ദയ ഞാൻ ഇങ്ങനെ പറയും, മറക്കരുത്. എങ്ങനെയാണ്? ഞാൻ നിങ്ങളോടെല്ലാം പറയാം, ദൈവത്തിന്റെ ദയ മറക്കരുത്. പലരും ദൈവത്തെ മറക്കുന്നവർ. ഞാൻ വീണ്ടും പറയാം, ദൈവത്തെ മറക്കരുത്. പാട്ടുകാരൻ അങ്ങനെ പാടി, ദൈവത്തെ മറന്ന് കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. നല്ലൊരാമേ പറഞ്ഞേ. ഇവിടെ ഇസ്രായേൽ ഗൃഹത്തോട് പറയുകയാണ് എന്ത് ചെയ്യേണ്ടത്? അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് ആ വിഷയത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ വന്നേ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒരാൾ വേഗത്തിൽ വായിച്ചു വിട്ടാൽ എന്താണ് അവിടെ പറയാൻ ആഗ്രഹിച്ചത്, എന്തുകൊണ്ടാണ് ദയ മറക്കരുതെന്നൊക്കെ അവിടെ നമുക്ക് വിശദമായി കാണാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചു വിട്ടാൽ. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മാവിയപ്പനുമായ യിത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. മോശയെ പറ്റിയാണ് തുടങ്ങുന്നത്. മോശ ആരാണ് നമുക്കറിയാം. ചെറുപ്പത്തിൽ ജനിച്ചപ്പോൾ സുന്ദരനായിരുന്നു. അക്കാലത്ത് ഫറവോ ഒരു ഉത്തരവിട്ടു, ഇസ്രായേലിൽ ജനിച്ചത് ഇനിയും ഇസ്രായേലിലെ തലമുറകൾ ഉണ്ടാക്കാതിരിക്കാൻ അവരിൽ ജനിക്കുന്ന പൈതങ്ങളെയെല്ലാം, ആൺതലമുറകളെല്ലാം കൊന്നുകളയണം എന്ന് ഫറവോ ഒരു ഉത്തരവിട്ടു. അക്കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയുന്ന സമയമായപ്പോൾ മോശയുടെ മാതാപിതാക്കൾ മോശ ജനിച്ചപ്പോൾ അവർ ദിവ്യ സുന്ദരൻ എന്ന് കണ്ടിട്ട്, എങ്ങനെയാ ദിവ്യ സുന്ദരൻ എന്ന് കണ്ടിട്ട് അവനെ കൊല്ലാൻ വിട്ടുകൊടുക്കാൻ മനസ്സ് തോന്നിയില്ല. അവൻ എന്ത് ചെയ്തു? ഒരു പെട്ടകത്തിനകത്തുണ്ടാക്കി അവനെ കീലുകൊണ്ട് പശയൊക്കെ തേച്ചിട്ട് നൈൽ നദിയിൽ അവനെ ഒഴുക്കി വിട്ടു. ആ ഒഴുകപ്പെട്ട നൈൽ നദിയിൽ നിന്ന് പോയ മോശ ഒഴുകി നടക്കുമ്പോൾ ഫറവോന്റെ പുത്രി അതേ നൈൽ നദിയുടെ തീരത്ത് കുളിക്കാൻ വന്ന സമയം, നീരാടാൻ വരുന്ന സമയത്ത് ഒരു പെട്ടകത്തിനകത്ത് ഒരു കുഞ്ഞിന്റെ ശബ്ദം കേട്ടു. ചരിത്രം അതിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് അവൾ പ്രതി തുറന്നു ആ കുഞ്ഞിനെ കണ്ടു. അവർ ദിവ്യ സുന്ദരനാണെന്നും എബ്രായനാണെന്നും കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷേ ഫറവോന്റെ ഈ മകൾക്ക് തലമുറകൾ ഇല്ലാത്തതിനാൽ ആ കുഞ്ഞിനെ അവർ കൊട്ടാരത്തിൽ പാർപ്പിച്ചു. നല്ലൊരാമേൻ പറയട്ടെ. ആര് കൊന്നു കളയണം എന്ന് പറഞ്ഞോ അവന്റെ കൊട്ടാരത്തിൽ വളർന്നവനാണ്. പറയണം, എബ്രായ പൈതങ്ങളെ മുഴുവൻ കൊന്നു കളയണമെന്ന് ഫറവോ
മോശയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, നിനക്കെതിരെ പദ്ധതി ഒരുക്കുന്നവന്റെ വീട്ടിനകത്ത് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഞാൻ പറയുമ്പോൾ ആരോഗ്യ ദൈവം പറയുന്നു, നിന്റെ വീട്ടിനകത്ത് നിനക്കെതിരെ ചേരി വിരിഞ്ഞ് നിനക്കെതിരെ പദ്ധതി ഒരുക്കുന്ന ചില പദ്ധതികള് ദൈവാത്മാവിന്റെ മകൻ കൈകൾ മറിച്ച് മോശയെ മാനിച്ചതുപോലെ ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കൊട്ടാരത്തിൽ മോശ വളർന്നു. 40 വർഷം മോശ കൊട്ടാരത്തിൽ വളർന്നു. 40 വയസ്സ് വരെ. ആ 40 വയസ്സ് വരെ മോശ സകല കായിക അഭ്യാസങ്ങളും പഠിച്ചു. നല്ല വാക്കിലും അറിവിലും സമർത്ഥനായ ഒരുവനായി മോശ തീർന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണമേ, ഈ കുഞ്ഞിനെ വളർത്താൻ ഫറവോയുടെ മകൾ എടുക്കുമ്പോൾ തന്നെ ഈ മോശയ്ക്ക് പാല് കൊടുക്കേണ്ടതെന്ന് പിടിമുട്ടിയ. അപ്പോൾ അവരെന്ത് ചെയ്തു? എബ്രായരുടെ ഇടയിൽ തന്നെ ഒരു സ്ത്രീയെ അന്വേഷിച്ചു ഈ മോശയ്ക്ക് പാല് കൊടുത്ത് വളർത്താൻ. അവര് പോയി സമീപിച്ചത് മോശയുടെ അമ്മയുടെ അടുത്ത്. അങ്ങനെ എന്ത് ചെയ്തു? കൂലി കൊടുത്ത് മോശയുടെ അമ്മയെ കൊണ്ട് മോശയ്ക്ക് പാലൂട്ടാൻ, എബ്രായരെ അവൻ കുഞ്ഞുങ്ങളെ പാലൂട്ടാൻ കൊട്ടാരത്തിനകത്ത് മോശയുടെ അമ്മയെ പ്രവേശിപ്പിച്ചു. ചുരുക്കം പറഞ്ഞ കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കും. ഇപ്പൊ ഇബ്രാഹിം മിസ്രൈമിന്റെ കൊട്ടാരത്തിൽ ഫറവോയുടെ മകനായി മോശ വളരുമ്പോൾ അവനെ പരിപാലിക്കുന്നത് അവന്റെ അമ്മ. പാല് കൊടുക്കുന്ന കൂട്ടത്തിൽ അവൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവന്റെ ചെവി പറഞ്ഞു കൊടുത്തു, നീ ഫറവോയല്ല, നീ നീ ഫറവോന്റെ സന്തതിയല്ല, നീ ഇസ്രായേലിന്റെ പരിപാലകന്റെ തലമുറയാണ്. പറയട്ടെ, നീ ഒരു ഭായന, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ അവനെ യഹോവയായ ദൈവത്തിന്റെ മകനാണ് നീ എന്ന് ഈ അമ്മ പലപ്പോഴും മോശ കുഞ്ഞിനോട് പറയുമായിരുന്നുവെന്ന ചരിത്രത്തിൽ മനസ്സിലാക്കുന്ന. ചുരുക്കം പറഞ്ഞാൽ 40 വയസ്സ് വരെ മോശ വളരുമ്പോ എബ്രായനായി വളർന്നുവെങ്കിലും മോശ അവൻ ഇസ്രായേലിന്റെ കൊട്ടാരത്തിൽ ഫറവോയായി വളർന്നുവെങ്കിലും അവന്റെ ഉള്ളിൽ ഒരു എബ്രായനാണെന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. കേൾക്കുന്നവർ നല്ല അമ്മയും പറയട്ടെ. അർത്ഥം, രാജകീയ കൊട്ടാരത്തിന്റെ സുഖത്തിനകത്ത് അവൻ വാഴുമ്പോഴും അവന്റെ അകത്തൊരു എബ്രായനാണെന്നുള്ള ചിന്തയുണ്ടായി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യം വാക്കിൽ ഞാൻ പറയാം, എല്ലാ രാജകീയ സുഖത്തോടും ലോക സുഖത്തോടും ജീവിക്കപ്പെടും നീ ഒരു ദൈവ പരിപാലനം ഓർമ്മ. പറയട്ടെ, മോശയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഫറവോന്റെ കൊട്ടാരത്തിലാണെങ്കിലും ഞാൻ ഒരു എബ്രായനാണ്. നമുക്ക് മറന്നു പോകുന്ന ഒരു കാര്യമില്ല. ഞാൻ പറയാം, നമുക്ക് ആർക്കെങ്കിലും എങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നെങ്കിൽ അന്ന് തീർന്ന ഇതല്ല. ആർക്കെങ്കിലും ഒരു ചാൻസ് ഇതുപോലെ കിട്ടിയെന്ന് ഓർക്കുക, കൊട്ടാരത്തിനകത്ത് വാഴ അന്ന് രാജുവിനെ ചേച്ചി മോശ അവനാ അനുഭവങ്ങൾ കിട്ടിയെങ്കിലും ഇസ്രായേലിലെ നിക്ഷേപത്തെക്കാൾ കർത്താവിന്റെ നിന്ന ഏറ്റവും നല്ലതെന്ന് അവൻ കണ്ടു. ഇസ്രായേലിലെ നിക്ഷേപങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവൻ ദൈവത്തിന്റെ നിന്ന നല്ലതെന്ന് കരുതി ഇസ്രായേൽ വിട്ടുവെന്ന ചരിത്രം പറയുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ 40 വയസ്സ് വരെ മോശ ഇസ്രായേലിൽ പാർത്തു. 40 വയസ്സിന്റെ ഇടയിൽ ഒരിക്കൽ മോശയുടെ അമ്മ പറഞ്ഞു, ഈ കിടക്കുന്ന ജനം അടിമത്തത്തിൽ കിടക്കുന്ന നിന്റെ ജനമാ, നീ അവരെ വിടുവിക്കണം. അപ്പൊ മോശയുടെ അമ്മ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നീ ഒരു എബ്രായനാണ്, നീ ഇവരെ വിടുവിക്കണം. ഞാൻ ചോദിക്കട്ടെ, മോശയെ വിടുവിക്കുവാൻ ദൈവം അവിടെ നിയോഗിച്ചാലോ ആ സമയത്ത്? ഇല്ല. മോശയ്ക്ക് 80 വയസ്സുള്ളപ്പോഴാണ് ദൈവം അവരെ വിളിച്ച് ഈ നിയോഗം കൊടുക്കുന്നത്. പക്ഷെ 40 വയസ്സ് പ്രായമുള്ള സമയത്തും മോശയുടെ അമ്മ മോശയോട് പറയുകയാണ്, നീയാണ് ഇവരെ വിടുവിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം, ദൈവം പറഞ്ഞില്ല മോശയോട് മോശയാണ് വിടുവിക്കുന്നതെന്ന് ഈ ജനത്തിനൊട്ട് അറിയുന്നുമില്ല. പക്ഷേ അമ്മയ്ക്കത് ഒന്നുകൂടെ പറയാം, പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് തന്റെ തലമുറ എന്തായി തീരുമെന്ന് അറിയാം. കേൾക്കുന്നവരാമൻ പറയട്ടെ. ഞാൻ ഇങ്ങനെ പറയാം, മോശയുടെ അമ്മ ആ കുഞ്ഞിനെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മോശയുടെ അമ്മയോട് പറഞ്ഞു, എടി നിന്റെ മകനാണ് ഈ ജനത്തെ വിടുവിക്കുന്നത്. ആ വെളിപ്പാട് കിട്ടിയത് കൊണ്ടാണ് അമ്മ അവനോട് പറഞ്ഞത്, നീയാണ് ഈ ജനത്തെ. അങ്ങനെ ഇന്ന് പകരത്തിനകത്തിരിക്കുന്നത് പറയാം, നിങ്ങളുടെ തലമുറയെ പറ്റി നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ട്. നിങ്ങളുടെ തലമുറയെ പറ്റി നിങ്ങൾക്കൊരു കേൾക്കുന്ന പറയട്ടെ, എന്താണ് നിങ്ങളുടെ
ദൈവത്തിന്റെ കയ്യിലാണ് നമ്മുടെ തലമുറയുടെ ഭാവി. ഇന്നൊരു പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തായി തീരുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ദൈവത്തിന് അറിയാം. ഒരു എഞ്ചിനീയർ, ഒരു പൈലറ്റ്, അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ ദൈവം കണ്ടിരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം? ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന രഹസ്യങ്ങളെ ചോദിച്ച് മേടിക്കുന്നവരാകണം ഒരു ദൈവ പൈതൽ. കേൾക്കുന്നവരാമൻ പറഞ്ഞില്ല. ഞാൻ നിങ്ങളോട് മാതാപിതാക്കളോട് പറയാം, ഇന്ന് മുതൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ മക്കൾ എന്തായി തീരുമെന്ന് അങ്ങ് ഞങ്ങളോട് പറയണം. ഒരിക്കലും നിന്റെ മക്കൾ കുറ്റവാളികളോ തീവ്രവാദിയോ ആകില്ല. ശ്രദ്ധിച്ച് കേട്ടോണം, ബൈബിൾ പഠിക്കുന്ന ഓരൊറ്റ ഒരുത്തരും തീവ്രവാദിയാകില്ല. അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാകും, മറ്റുള്ളവരെ കരുതുന്നവരായി മാറും, മറ്റു മതക്കാരെയും സ്നേഹിക്കുന്നവരാകും, അല്ലാതെ മറ്റു മതക്കാരെ കൊല്ലുന്നവരാകില്ല. അർത്ഥം, നിന്റെ തലമുറയെ പറ്റി ദൈവത്തിന് ഒരു വിചാരമുണ്ട്. മോശയുടെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവളായിരുന്നുവെന്ന് ഉറപ്പ്. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ തലമുറയ ഇവരെ വിടുവിച്ചെടുക്കുന്നവൻ. ഞാൻ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നത് പറയാം, അടുത്ത ഒരു തലമുറ ഈ പട്ടണത്തെ മുഴുവൻ വിടുവിക്കട്ടെ. നിന്റെ തലമുറ നിന്റെ കുടുംബത്തെ വിടുവിക്കട്ടെ. നിന്റെ തലമുറ നിന്റെ ദേശത്തെ വിടുവിക്കട്ടെ. ഒന്നിച്ചവരുടെ കെട്ടുകളെ ഈ പട്ടണം വിടുവിച്ചെടുക്കുക. ഒരു വശം നിന്റെ തലമുറയായിരിക്കാം ദൈവം കണ്ടിരിക്കുന്നത്. ഈ ദേശം വിടുവിക്കപ്പെടുത്തുക നിന്റെ തലമുറയായിരിക്കാം ദൈവം കണ്ടിരിക്കുന്നത്. ദൈവത്തോട് ചോദിക്കുക. മോശയുടെ അമ്മ ദൈവത്തോട് ചോദിച്ചു. ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് മനസ്സിലാക്കി അതവന് പറഞ്ഞു കൊടുത്തു. നമ്മുടെ കുഴപ്പമെന്നറിയാമോ? നമ്മുടെ തലമുറയെ കണ്ടിട്ട് നമ്മൾ പ്രഖ്യാപിക്കും, ഇവനെ ഞാൻ എന്തിനൊക്കെ ചോദിക്കും, ഞാൻ ഇവനെ എന്തെങ്കിലും പഠിക്കാൻ, ഇവനെ എഞ്ചിനീയറാകും, ഇവനെ ഡോക്ടറാകും. നമ്മുടെ ഇഷ്ടം. ദൈവത്തിന്റെ ഗീതം ആരായത്തില്ല. അവസാനം എന്താ സംഭവിക്കും? അവനാക്കപ്പെട്ടെ വെള്ളം പോരട്ടെ. ഞാനിതിനകത്തേക്കുള്ള നിന്റെ തലമുറയുടെ മേലുള്ള ദൈവഗീതം ചോദിച്ചോണ്ട് നിന്റെ ഇഷ്ടത്തിന് നീ അവനെ വിട്ടാൽ മിക്കവാറും നമ്മുടെ ഇഷ്ടത്തിന് വഴി മാതിരി എല്ലാം നമ്മൾ കടവും മേടിച്ച് അവിടുന്ന് ലോൺ എടുത്ത് ഇവിടുന്ന് ലോൺ എടുത്ത് അവനെ അങ്ങോട്ട് പറഞ്ഞു വിടും. പണ്ട് ഇന്ത്യ റോക്കറ്റ് വിട്ട പോലെ ഇപ്പൊ ചൈന വിടുന്നത് പോവും നേരെ തിരിച്ച് അതുപോലെ വരരുത്. പല റോക്കറ്റ് വിട്ടതൊക്കെ ഇപ്പോൾ നമ്മുടെ പറയുന്നത്. ദൈവഗീതം ചോദിച്ചിട്ട് ദൈവ ഇഷ്ടം അറിഞ്ഞ് നിങ്ങൾ സ്റ്റെപ്പ് വെച്ചാൽ അത് നിങ്ങളുടെ തലമുറയുടെ മേൽ വെളിപ്പെടും. നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം, എന്റെ തലമുറ എന്തായി തീരണമെന്ന നിന്റെ ആഗ്രഹം. മോശയുടെ അമ്മ ചോദിച്ചപ്പോ, മോശ ഈ ജനത്തെ വിടുവിക്കുന്നവൻ, ഒന്നുകൂടെ പറയാം, ഇവനെ ഞാൻ ഫറവോന് ദൈവമാക്കി വെച്ചിരിക്കുന്നതാണ് തിരുവെടുത്ത് പറയുന്നത്. കേൾക്കുന്നവരാമേൻ പറയട്ടെ. ഈ വാഗ്ദത്തം മോശയുടെ അമ്മ പ്രാപിച്ചെടുത്തപ്പോൾ ചെറുപ്രായം മുതൽ അമ്മ മോനെ അതിനായി പ്രിപ്പയർ ചെയ്തു. ശ്രദ്ധിച്ചു കേട്ടോണം. ചെറുപ്രായം മുതൽ ദൈവശബ്ദം കേട്ടിട്ട് അതിന് വളരേണ്ടതിന് കുഞ്ഞുങ്ങളെ മാതാക്കൾ പിതാക്കൾ ശീലിപ്പിക്കണം. ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലമുറ ഒരു ഡോക്ടറായി തീരുമെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞ ചെറുപ്രായം മുതൽ അവളോട് പറയണം, നീ ഒരു ഡോക്ടറായി തീരും. നിങ്ങൾ കിട്ടിയില്ലല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലമുറ ഒരു സുവിശേഷകനായി തീരുമെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞാൽ അത് മറച്ചു വെച്ചിട്ട് നീ ഒരു എഞ്ചിനീയറായി തീരണമെന്ന് നീ പറഞ്ഞാൽ നീയും നോക്കാം, നിന്റെ തലമുറയും നോക്കാം. ഞങ്ങളാരും കേൾക്കുന്നില്ലല്ലോ. എല്ലാവരും ഇവിടെ ഉണ്ടേ? തന്നെ കാണണം. ദൈവത്തോട് ചോദിക്കണം. ഇവിടെ ഇപ്പൊ ഞാൻ പറയുമ്പോ പലരും ആശങ്കപ്പെടുന്നുണ്ട്, പലരും കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട്. കാരണം
ദൈവശബ്ദം കേട്ട ചില തലമുറകളെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടിട്ടുണ്ട്. വചനം വെച്ചു അറിയാം എന്നോട് ചിലർക്ക് രാഷ്ട്രം വന്നില്ലേ ഹൃദയം. മോശയുടെ അമ്മ ദൈവത്തോട് ചോദിച്ചു, എന്റെ തലമുറ എന്താണ്? മറുപടി അവൾ കേട്ടിട്ടുണ്ട്, നിന്റെ തലമുറ ഈ ജനത്തെ വിടുവിക്കുന്ന. അന്ന് മുതൽ അമ്മ അവനോട് പറഞ്ഞു, നീയാണ് ഈ ജനത്തെ വിടുവിക്കുന്നത്. കേട്ടോണം, അമ്മയുടെ വാക്ക് കേട്ട് ഒരു ദിവസം മോശ ആ ജനത്തെ വിടുവിക്കാൻ അടിമ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടത് തൻ്റെ ജനത്തെ ഒരു പടയാളി ആക്രമിക്കുന്നത് കണ്ടു. കോപിഷ്ഠനായ മോശ ഒറ്റയടിക്ക പടയാളിയെ കൊന്നു. നോക്കിയ ഒറ്റ അടി അടിച്ചുള്ളൂ, അന്നേരം പടയാളി മർമ്മം അറിയാൻ ഒറ്റ അടി അടിച്ചപ്പോ 10 അടി അടിച്ചവർക്ക് വിളിക്കാൻ പറ്റും. മടക്കിയായിരുന്നു ഒറ്റ അടി അടിച്ചുള്ളൂ. മോശ ചില്ലറക്കാരനല്ല കേട്ടോ, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥൻ, കായിക അഭ്യാസങ്ങൾ പഠിച്ചവൻ. ഒറ്റയടിക്ക് പടയാളിയെ കൊന്നുകളഞ്ഞു. അവൻ കൊന്നുകളഞ്ഞപ്പോ മോശയ്ക്ക് പിടികിട്ടി, ഞാൻ പിടിക്കപ്പെടും, പറവനെ പിടിക്കും. ശവം ഒഴിച്ചു പോയിട്ട് ഒറ്റയുമാണ്. ശ്രദ്ധിച്ച് കേട്ടോണം, ദൈവം പറഞ്ഞു, നിന്റെ തലമുറയെ ഞാൻ ഈ ജനത്തിന്റെ നേതാവാക്കി വിടുവിക്കും. അത് നേരാ, അത് ദൈവം പറയുമ്പോഴേ നീ പോകാം. തള്ള എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്ത് അവസാനം പിരി പറയാം, പിരി വെച്ചു കൊടുക്കണം. നീ എത്രയും വേണ്ടി വിളിയുള്ളവരാണ്, നീ ആ എത്രയും വേണ്ടി ഇതൊക്കെ വിളി. തള്ളയുടെ പിരി കേട്ടിട്ട് ഇവൻ അടിമ വീട്ടിൽ ചെന്ന് അടി കൊണ്ട് ഒരുത്തനെ കൊന്നു, ഓടി രക്ഷപ്പെട്ടു. കേൾക്കുന്നവരാമേ പറയട്ടെ. മോശെ, നീ നേതാവാണ്, നിന്നെ വിടുവിക്കും. പക്ഷേ ദൈവശബ്ദം കേട്ടിട്ടേ പോകാവൂ, തള്ളയുടെ ശബ്ദം കേട്ടിട്ട് പോകരുത്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആരോടൊക്കെ ദൂത് പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസ് കിട്ടാതെ നീ ഇറങ്ങരുത്. നിന്റെ അപ്പന്റെയും അമ്മയുടെ ശബ്ദം കേട്ട് പോയാൽ മിക്കവാറും നീ ഓടിപ്പോകേണ്ട വരും. അന്ന് ഓടിയതാ മോശം. അത് കൊട്ടാരത്തിൽ നിന്ന് ഒറ്റ ഓട്ടം ഓടിച്ചെന്ന വഴിക്ക് മരുഭൂമിയിലാ പോയത്. നേരെ ചെന്ന് ഇത്രോയുടെ വീട്ടിൽ കണ്ട് ഇത്രോയുടെ മക്കളെ കണ്ടു. അന്നത്തെ വിവാഹം കഴിച്ചു. ഓടി വന്ന വഴിക്ക് അപ്പത്തിന്റെ വിവാഹം. ചിലരെങ്ങനെയാണ് വരുന്ന വഴിക്ക് തന്നെ വിവാഹം കഴിയില്ലായിരുന്നു, പോയിട്ടില്ല. വന്ന വഴിക്ക് തന്നെ എന്നെ കാരണം പറയാം, നിന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുന്നില്ല, പണിയെല്ലാം പോയിട്ട് എന്നിട്ട് വന്ന വഴിക്ക് തന്നെ. അങ്ങനത്തെ ചിലരൊക്കെ നമുക്കറിയാം. വന്ന വഴിക്ക് ഇത്രയുടെ മക്കളെ വിവാഹം കഴിച്ച് 40 വർഷം മരുഭൂമിയിൽ ആണിനെയും തീറ്റിച്ചുകൊണ്ട് മോശ നടന്നു. എത്ര വർഷമാ? 40 വർഷം. എത്ര വർഷമാ? 40 വയസ്സുള്ള മോശ ഇസ്രായേലിൽ ഓടി. അടുത്ത 40 വർഷം ഇത്രോ എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് തന്റെ മകളെ വിവാഹം കഴിച്ച് 40 വർഷം അമ്മാവിയപ്പന്റെ ആടിനെയുമായി മരുഭൂമിക്കുള്ള നടന്നു. എത്ര വർഷമാണ്? 40. ഇപ്പൊ മോശയ്ക്ക് എത്ര വയസ്സായി? 80 വയസ്സായി. 40 വർഷം കൊട്ടാരത്തിൽ, 40 വർഷം ആടിന്റെ കൂടെ. കേൾക്കണേ, നല്ലൊരു ആദ്യം പറഞ്ഞേ. പ്രമാണ പുസ്തകത്തിൽ ദൈവം മോശയെ വിളിക്കുമ്പോ മോശ പറയുന്നത്, കർത്താവേ, ഞാൻ കടിച്ച നാവുള്ളവനാണ്, ഞാൻ വിക്കനാണ്. മോശ ആരാണ്? എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്നു, അവൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനാണ്. അർത്ഥം, മോശ വിക്കനാണോ? ഞാൻ പറയും അല്ല. പിന്നെന്താ സംഭവിച്ചത്? 40 വർഷം ആടിന്റെ കൂടെയാണ് ജീവിതം. ആ 40 വർഷം ആടിന്റെ കൂടെ നടന്ന് ആടിനെ വിളിച്ച് പിടികിട്ടുന്നുണ്ടോ? 40 വർഷം നാവ് കൊണ്ട് പണിയൊന്നും എടുത്തില്ല. ആടിനെ വിളിക്കുന്ന പണി മാത്രം നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാത്തതിന് നാവിനെ അടിച്ചു. ഞാനിത് റൂട്ട് പറയുമ്പോ, നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കേണ്ടവൻ ആടിനെ തീറ്റിക്കാൻ പോയപ്പോ വിട്ടുപിടിച്ചു. ചിലതൊക്കെ വിട്ടുപിടിച്ചു വരും കേട്ടോ. ഈ 40 വർഷവും മരുഭൂമി നടന്നു. 40 വർഷം കഴിഞ്ഞപ്പോ ദൈവം മോശയെ വിളിച്ചില്ല. മോശ പർവ്വതത്തിൽ കയറി വരുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. അതാണ് പുറപ്പാട് പുസ്തകം 3 നമ്മൾ വായിച്ചു തുടങ്ങിയത്. വായിച്ചാട്ടെ 3:1. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. ദൈവം പ്രത്യക്ഷപ്പെടുന്ന പർവ്വതമായിരുന്നു ഹോരേബ്. ആ പർവ്വതത്തിന്റെ അടുക്കൽ വരെ മോശ ആടുകളെ കൊണ്ടുവന്നു. കേൾക്കണമേ, ഹോരേബ് എന്ന് പറയുന്ന
പർവ്വതം ഈ മരുഭൂമിയിൽ ഉള്ള ഒരു പർവ്വതമാണ്. അത് വലിയ ഉയർന്ന പർവ്വതമാണ്. മരുഭൂമിയിൽ ഒരു പർവ്വതം ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാലും കാണാം. ഏകോപരാമയം പറയും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ 40 വർഷം മോശ ആടുകളെ തീറ്റിക്കുന്നത് എവിടെയാ? മരുഭൂമിയിൽ. കണ്ടോ, മരുഭൂമിയിൽ ആടുകളെ തീറ്റിക്കുന്ന മോശ. മരുഭൂമി വല്ല ഉണ്ടോ? ഭയങ്കര എന്തെങ്കിലും ആട്ടെ. ഏതായാലും ശരി, 40 വർഷം ഇങ്ങനെ വട്ടം നടക്കുമ്പോഴും ഇവൻ ഈ പർവ്വതം കാണുന്നുണ്ട്. ഇല്ലേ? കാണുന്നുണ്ട്. കാരണം ഈ പർവ്വതം ഉയർന്നതാണ്. 40 വർഷം ആടുകളെ തീറ്റിച്ചിട്ട് എന്നും പർവ്വതത്തിൽ നോക്കുന്നുണ്ട്. പർവ്വതത്തിൽ ഞാൻ എന്തുവാണെന്ന് അറിയത്തില്ല, എപ്പോഴും നോക്കുന്നുണ്ട്. എന്താന്ന് ഞാൻ പറയുക, എന്തോ ഒരു ആകർഷണം ഇവന്റെ അകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. എന്താ പറയാ, ഈ 40 വർഷം ഇവൻ ആടുകളായിട്ട് നടക്കുമ്പോ എന്തോ ഒരു കാന്തിക വലയം പോലെ എന്തോ ഒരു ആകർഷണം ആ പർവ്വതത്തിനകത്ത് ഇവനുണ്ടായി. ഇടയ്ക്ക് അവന് തോന്നി, അവിടെ എന്താ എന്നെ ആകർഷിക്കണം, നമ്മൾ കയറിയാലോ. അവൻ വിചാരിച്ചു, ഓ വേണ്ട, കോട്ടെ സാരമില്ല, ആടുകൾ എനിക്ക് തോന്നിയതാ. പിന്നെയും അവന് തോന്നി, എന്താ എന്നെ ആകർഷിക്കുന്നത്. മോശ ആലോചിച്ചു, അവൻ കയറിയില്ല. അങ്ങനെ ചില നാളുകൾ ആഗ്രഹിച്ച് ആകർഷിക്കപ്പെട്ട സ്ഥലത്തേക്ക് അവൻ ഇതുവരെ വന്നില്ല. 40 വർഷം കറങ്ങിലാണ്. ഈ 40 വർഷവും ദൈവം ആ പർവ്വതത്തിന് മുകളിലുണ്ട്. അല്ല, മോശ ജനിക്കുന്നതിന് മുമ്പേ ദൈവം ആ പർവ്വതത്തിനുണ്ട്. അല്ല, ഇസ്രായേൽ 400 വർഷം അടിമത്തത്തിൽ കിടക്കുമ്പോഴും ദൈവം ഈ പർവ്വതത്തിൽ തന്നെ ഇരിപ്പുണ്ട്. മോശ താഴേക്ക് നടക്കുന്നത് ദൈവം കാണുന്നുണ്ട്. ആടുകളുടെ മേൽ നടക്കുന്ന കാണുന്നുണ്ട്. ഇസ്രായേൽ ഓടി വരുന്ന കാണുന്നുണ്ട്. ഭാര്യയായിട്ട് നടക്കുന്ന കാണുന്നുണ്ട്. അപ്പോഴും ദൈവം പർവ്വതത്തിന് മുകളിൽ തന്നെയുണ്ട്. കേൾക്കുന്നവരാമേൻ പറയട്ടെ. മോശ അറിഞ്ഞില്ല ദൈവം അവിടെ ഉണ്ട്. പക്ഷെ ഒരു ആകർഷണം എന്നെ എന്ത് ചെയ്യാം, ഒരു ആകർഷണം അവൻ അപ്പോഴും ഉണ്ടായിരുന്നു. കേൾക്കുന്നവരാമേൻ പറയട്ടെ. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ഈ കൃപയ്ക്കകത്തേക്ക് വരുന്നതിന് മുമ്പ്, ജനിച്ചതെങ്കിൽ ഈ കൃപയ്ക്കകത്തേക്ക് വരുന്നതിന് മുമ്പ് ലോകത്തിലും ലോകമോഹങ്ങളും നടക്കുമ്പോൾ എന്റെ അകത്ത് ഒരു ആകർഷണം എപ്പോഴും ഉണ്ടായിരുന്നു. ചില വേദനയും ദുഃഖമൊക്കെ വരും. എപ്പോഴും എന്റെ അകത്ത് പറയും, നീ എന്താ എന്റെ കർത്താവിന് വേലയുള്ളത്. ആരോട് പറയത്തില്ല, ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ആകർഷണം അകത്തുണ്ടായിരുന്നു. കേൾക്കുന്നവരാമേൻ പറയട്ടെ. ആകർഷണം ഉള്ളവർക്ക് ആകർഷണം അവന്റെ സഹോദരിയെ പരിചയപ്പെട്ടോ. നമ്മുടെ ചർച്ചയിലേക്ക് വളരെ വരാൻ ചാൻസ് ഉണ്ട്. അവര് സ്നാനപ്പെട്ട ഒരു വ്യക്തി. ഞാൻ അവരോട് സംസാരിച്ച ഒരു പറയാ, ചെറുപ്രായത്തിലെ യേശുവിനെ എനിക്ക് ഇഷ്ടമാണ്. ഞാനൊരു ഹിന്ദുവാണ്. പക്ഷെ ചെറുപ്പത്തിലെ ജീസസിന് എനിക്ക് എന്താ ഇഷ്ടപ്പെടാം എനിക്കറിയത്തില്ല. ചെറുപ്രായം മുതൽ ജീസസ് എന്റെ ജീവനാണ്. പഠിക്കുമ്പോഴെല്ലാം ഞാൻ ഒരു ബൈബിളിന് വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുക. എൻ്റെ ഒരു കൂട്ടുകാരി പള്ളിയിൽ വന്ന വലിയൊരു ബൈബിൾ കൊണ്ട് തന്നു. അന്ന് മുതൽ ജീസസിനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കറിയില്ല. അതാ ഞാൻ പറയുന്നത്, ആകർഷണം. പറയട്ടെ, ആകർഷണത്തിനകത്തേക്ക് അവൾ പ്രവേശിച്ചു. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവേദന ജീവിക്കുന്നു. വലിയതാമസിൽ നമ്മുടെ സഭ വരാൻ ചാൻസ് ഉണ്ട്. അതോടെ നിൽക്കട്ടെ, അങ്ങോട്ട് പോകട്ടെ. മോശയ്ക്ക് എപ്പോഴും ഒരാകർഷണം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നുവരെ അവൻ കയറിയില്ല. ഞാൻ ഇന്ന് പറഞ്ഞതിനകത്തേക്കെന്നുള്ള അറിയാം, ഏതെങ്കിലും നിലയിൽ ഒരാകർഷണം നിന്നിൽ വന്നാൽ കയറാൻ സമയമായി. കയറിക്കണം കേട്ടോ. ഇന്ന് മുതൽ ആരോടോ ദൈവാത്മ ദൂത് പറയുന്നു. അത് ടെലിവിഷൻ ലൈവിലോ അല്ലെങ്കിൽ റെക്കോർഡിങ്ങിലോ കാണുന്നവരായിരിക്കാം. ഒരാകർഷണം നിന്റെ അകത്ത് വന്നാൽ ഓർത്തുകൊള്ളുക, തമ്പുരാൻ നിന്നെ ആകർഷിക്കുന്നുണ്ട്. കയറി വരിക, സമയമില്ല. അങ്ങനെ ഇരിക്കാൻ മോശ അതെല്ലാം കഴിഞ്ഞു. 2-ാം വാക്യത്തിൽ പറഞ്ഞവൻ അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാൽ മുൾപ്പടപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്നത് കണ്ടു. മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് കണ്ടപ്പോ ദൈവം മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു, മോശേ മോശേ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 40 വർഷം മോശ മരുഭൂമിയിൽ നടക്കുമ്പോഴും ദൈവം പർവ്വതത്തിലിരുന്നു. മോശയ്ക്ക് ആകർഷണം ഉണ്ടായി. പക്ഷേ ദൈവം മോശയെ വിളിച്ചില്ല. അതാണ് ഗൗരവമുള്ള. ഈ മോശ നടക്കുന്ന ദൈവം കണ്ടില്ലേ? കണ്ടു. കയറി വാ, നിന്നെ ഞാൻ വിടാന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം, ആരെയും കൈപിടിച്ച് വിളിച്ച് അകത്തോട്ട് വിളിക്കുന്നവനല്ല ദൈവം. പിന്നെയോ വാതിൽക്കൽ നിന്ന് ആരെങ്കിലും എന്റെ വാതിൽ തുറന്നു തന്ന ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണോ, ഈ 40 വർഷവും ദൈവം പർവ്വതത്തിലുണ്ട്. മോശയെ കാണുന്നു. ഇനി ശ്രദ്ധിക്കണം, മോശ പർവ്വതത്തിൽ കയറി വരുന്നത്
ദൈവം കണ്ടു. ദൈവം മോശയെ വിളിച്ചില്ല. പർവ്വതത്തിലൂടെ അവൻ കയറി വന്ന സമാസമം ദൈവത്തോടൊപ്പം, അല്ലെങ്കിൽ സമാസമം ഒരേ ലെവലിൽ അവൻ വന്നു. ദൈവം അവനെ വിളിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അടുത്തൊരു വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മുൾപ്പടപ്പ് വെന്തുപോകുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് അവൻ കണ്ടു. അർത്ഥം, അവൻ കയറി വന്നപ്പോൾ ഒരു മുൾപ്പടപ്പിനകത്ത് തീ കത്തുന്നത് കണ്ടു. അവിടെ എഴുതിയിരിക്കുന്ന പ്രത്യേകത, തീ കത്തുന്നുണ്ട്, പക്ഷെ മുള്ളുകൾ എന്ത് ചെയ്യുന്നില്ല, വെന്തു പോകുന്നില്ല. മുള്ളുകൾ വെന്തു പോകുന്നില്ല. ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് മോശ കണ്ടു. അടുത്തത് എഴുതിയിരിക്കുന്നത്, മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്ന വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് വിളിച്ചു, മോശേ മോശേ. എപ്പോഴാ വിളിച്ചത്? ആളുകളെ കൊണ്ട് നടന്നപ്പോഴല്ല, പർവ്വതത്തിൽ കയറി വന്നപ്പോഴല്ല, സമാസമം അവൻ നിൽക്കുന്നത് കണ്ടപ്പോഴുമല്ല. അടുത്തത്, ഇത് എന്തെന്ന് അറിയേണ്ടതിന് മോശ സ്റ്റെപ്പ് വെച്ചപ്പോൾ ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അങ്ങനെ ഇട്ട് പകൽ ഇതിനകത്തിരിക്കുന്നത് പറയാം, അവൻ നിന്നെ കാണുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, അവൻ നിന്നെ കാണുന്നുണ്ട്. നിന്റെ കഷ്ടത അവൻ അറിയുന്നുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ അവൻ അറിയാം. നിന്റെ തലമുറയുടെ ഭാവി എന്താണെന്നും അറിയാം. പക്ഷേ ഇതെന്താണെന്നും അറിയാം. നീ കേറി വന്നാലേ എന്റെ ദൈവം നിന്നെ വിളിക്കത്തുള്ളൂ. ആ തിരിച്ചറിവ് കിട്ടിയവരുണ്ടെങ്കിൽ ഈ പകലേശു പറയുന്നു, കേറി വാ, കേറി വാ. വെളിയിൽ കൂടെ നടക്കാനുള്ളവരല്ല നീ. കേറി വാ, കേറി വാ. ഈ ശബ്ദം കേൾക്കുന്ന ആരോടോ ദൈവം പറയുന്നു, കേറി വാ. പിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുകയോ. Praise the Lord. Hallelujah. Praise the Lord. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായ നിന്റെ പിതാവിന്റെ ദൈവമാകുന്നുവെന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. പറ്റുമില്ലേ? മോശേ മോശേ, ഞാൻ നിർമ്മിക്കാം. കാരണം ഒരു പർവ്വതത്തിൽ ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ പോലും ഇല്ല. കണ്ടപ്പോ ഒരു തീ കത്തുക. എന്താ തീ എന്നറിയാം. നോക്കിയപ്പോ അതിനകത്തുനിന്ന് അവന്റെ പേരാ വിളിക്കുന്നത്, മോശേ മോശേ. ഇവിടെ കേട്ടോ, അർത്ഥം നിന്റെ പേരും നിന്റെ നാളും നിന്റെ വീടും നിന്നെയും നന്നായി അറിയാവുന്ന ദൈവം. അല്ല നീ അവിടെ അടുത്തിരുന്നു ആരാ, എന്നതാ, എന്തിനാ വന്ന്, എന്തുവാ, വരുമ്പോഴേ അവനോട് വിളിച്ചു മോശേ. അർത്ഥം, അവൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാവിയും ഭൂതവും നിന്റെ സമസ്തവും അറിയാവുന്നവൻ അവൻ വിളിക്കുന്നു, മോശേ. ഈ ശബ്ദം കേട്ടപ്പോ മോശ ദൈവത്തെ നോക്കാൻ ഭയപ്പെട്ടു. ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അവനെ മുഖാമുഖം കണ്ടവരാരുമില്ല. മോശയും കണ്ടിട്ടില്ല മുഖാമുഖം, ദൈവത്തിന്റെ പിൻപുറമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ മുഖം കണ്ടത് യോഹന്നാൻ മാത്രമാണ്. അഗ്നികാലത്തുള്ള കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച ധരിച്ചവൻ, കാലുകൾ ഇരുമ്പ് വെള്ളോടിന് സദൃശ്യം. ഹല്ലേലൂയ. അവൻ തുടികൾ ഹിമത്തേക്കാൾ പഞ്ഞി പോലെ വെളുത്തിരിക്കുന്ന രൂപം യോഹന്നാൻ കണ്ടു. മോശ പിറകെ കണ്ടുള്ളൂ. അതൊക്കെ ചരിത്രമാണ്, പിന്നീട് ഞാൻ പറയാം, അങ്ങോട്ട് വരാം. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കേട്ടെ, ഇവിടെ മോശ ദൈവത്തെ കണ്ടിട്ട്, ദൈവത്തിന്റെ പ്രസൻസ് കണ്ടിട്ട് അവൻ ഭയന്ന്, അവിടെ എഴുതിയിരിക്കുന്നു, അവൻ എന്ത് ചെയ്തു, ഭയപ്പെട്ട് മുഖം മൂടി. ഏഴാമത്തെ വാക്യം, യഹോവ അരുളി ചെയ്തത്. അപ്പോഴേ ദൈവം അവനോട് പറയുക, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരിക്കുവാൻ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. നല്ലൊരു ആമേൻ പറഞ്ഞാൽ ആ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ. മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു.
കഷ്ടത ഞാൻ കണ്ടു ഊരിയ വിചാരങ്ങൾ നാം നിൽക്കുമ്പോൾ അവരുടെ നിലവിളിയും കേട്ടു. മോശ അടുത്ത് വന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ അടുത്ത് വരുന്നത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുവീൻ. ചെരുപ്പ് അശുദ്ധിയെ കാണിക്കുന്നു. രണ്ട് ഉണ്ട്, ആശ്ചര്യ അർത്ഥമുണ്ട്, ആത്മീയ അർത്ഥമുണ്ട്. ആശ്ചര്യമായി പറയാം, ദേവാലയത്തിൽ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കാത്തത് ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലമായതുകൊണ്ട് പ്രാർത്ഥനയിരിക്കുമ്പോൾ ചെരുപ്പ് ഇടരുത്. അതൊക്കെ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലെങ്കിലും ചെരുപ്പ് ഉപയോഗിക്കും. ചില സഭയിലൊക്കെ എന്നാൽ ഷൂ ഒക്കെ എനിക്കറിയില്ല, ഞാൻ കൂടിയിട്ടുണ്ട്. ഒരു സഭയിൽ ഞാൻ നിന്നപ്പോൾ അവിടുത്തെ ഉദ്ദേശിച്ച വിശ്വാസിയെല്ലാം ഷൂവും ചെരുപ്പും ഒക്കെ ഇട്ട് വിളിച്ചാണ്. ഞാൻ ആ ഓടിൻ്റെ ഭാഗത്തോടെ ഒറ്റ ചെരുപ്പ് എനിക്ക് ഇവിടെ ആരുമില്ലേ. ഞാൻ ആ ചെരുപ്പ് വെളിയിൽ ഊരിയിട്ട് നഗ്നവാദനായി അകത്ത് കയറി. ഞാൻ ചെരുപ്പില്ലാതിരിക്കുന്നത് എല്ലാവരും എന്നെ നോക്കി. ചെരുപ്പിട്ട കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തിന് മുമ്പിലാക്കി ചെരുപ്പിട്ട് കാലിന്റെ കാലിൽ ഇങ്ങനെ ആട്ടിയായി. അശുദ്ധി അർത്ഥം, ആത്മീയ അർത്ഥം ചെരുപ്പ് അശുദ്ധിയെ കാണിക്കും. ഒന്നുകൂടെ പറയാം, ഒരുവൻ ദൈവത്തിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് അവന്റെ അശുദ്ധികൾ കഴുകിക്കളയണം. നീ എന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയാൻ. ഞാൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അർത്ഥം നിന്നിലുള്ള അശുദ്ധി കളഞ്ഞിട്ടേ ദൈവത്തിന്റെ അടുത്ത്. ഞാൻ അവിടെ പോകുന്നില്ല. ഇവിടെ ദൈവം മോശയോട് പറയുന്ന 2-3 കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിക വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. 400 സംവത്സരമായി ഈ ജനം മിസ്രൈമിൽ കടന്ന് നിലവിളിക്കുകയാണ്. ദൈവം പറയുന്നു, ഞാൻ അവരുടെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടു. അല്ലെ? ശ്രദ്ധിച്ച് കേട്ടോണം. ഈ 400 വർഷവും ദൈവം അവരുടെ നിലവിളി കേട്ടു. കേട്ടില്ലേ? കേട്ടു. പക്ഷേ ഇന്നു വരെ ദൈവം അവരെ വിടുവിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 400 വർഷം അവർ മിസ്രൈമിൽ നിലവിളിക്കുമ്പോഴും 40 വർഷം മോശം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ഇല്ലേ? വേണേ അന്തരത്തിന് ദൈവത്തിന് വേണേ പറയണം, നീ അവരെ വിടുവിച്ചെടുത്ത് ഞാൻ നിന്നെ വിളിച്ചോ? ഇല്ല. അടുത്ത 40 വർഷം ആരെ തിരിച്ചു നടക്കണം? ഈ ജനം എന്ത് ചെയ്യാം? നിലവിളിക്കുന്നുണ്ട്. ദൈവം മോശെ വിളിച്ചില്ല. അവൻ കേറി വന്നപ്പോഴാണ് ദൗത്യം ഏൽപ്പിച്ചത്. അർത്ഥം, കഷ്ടപ്പെടുന്ന നിലവിളിക്കുന്ന ജനം വെളിയിലുണ്ട്. എന്താണ് ദൈവം അവരെ വിടുവിച്ചെടുക്കാനത്? ഒറ്റ കാര്യം പറയാം, വിടുവിച്ചെടുക്കാനുള്ളവൻ കേറി വന്നു. അവൻ പറഞ്ഞില്ല. എന്താണ് ഈ 400 വർഷവും അവിടെ കിടന്ന്? അതിന്റെ ചരിത്രം വേറെയുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞ അവൻ ഒരു പ്രോമിഷൻ, അതിന്റെ സന്തതി അന്യമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമപ്പെടും. അതവിടെ കിടക്കട്ടെ, അതൊരു ഭാഗമായി. എങ്കിലും ഞാൻ പറയാം, ഈ മോശ കയറി വരാഞ്ഞത് കൊണ്ട് ഇതുവരെ ദൗത്യം ഏൽപ്പിക്കാതെ. ഞാൻ ഈ കരുനാഗപ്പള്ളി പട്ടണത്തിൽ നിന്നോട് പറയാം, ഒരുപക്ഷെ നീ വരാത്തത് കൊണ്ടാവാം നിന്റെ ജനത്തിന്റെ വിടുതൽ നടക്കുന്നുണ്ടോ? നീ വിശുദ്ധ സ്ഥലത്ത് നിന്റെ അശുദ്ധി കളഞ്ഞ് യഥാർത്ഥമായി ദൈവത്തെ സേവിച്ച് കയറി വന്നാൽ ആത്മാവിൽ ദൂത് പറയാം, നിന്റെ കുടുംബത്തിന്റെയും നിന്റെ തലമുറയുടെയും നിന്റെ ബന്ധുമിത്രാദികളുടെയും ബന്ധനത്തെ ഞാൻ അഴിച്ചെടുക്കുമെന്ന് ആത്മാവ് ദൂത് പറയുന്നു. വിശ്വസിക്കുന്നവരെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് മുതൽ ഒരു ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ ദൂത് ശ്രദ്ധിച്ച് കേട്ടോ. ആ ജനത്തെ വിടുവിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ ലീഡറായിട്ട് ദൈവം തെരഞ്ഞെടുത്തത് മോശയാണ്. അവൻ കയറി വരാഞ്ഞത് കൊണ്ട് അവനെ ദൗത്യം ഏൽപ്പിച്ചില്ല. അവൻ വന്നു. അടുത്തത് വന്നിട്ട് കാര്യമില്ല, നിന്റെ ചെരുപ്പഴിച്ചു കളയും. ഈ ദൂതർമ്മം ശ്രദ്ധിച്ചോണം. നിന്റെ കുടുംബത്തിനകത്തുള്ള സകലതിനെയും, മക്കളെയും കൊച്ചുമക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ബന്ധുമിത്രാദികളെയും അവിടെ സമസ്ത വിഷയത്തിന് മറുപടി തരാൻ എനിക്ക് കഴിയുമെന്ന് ദൈവാത്മ പറയുന്നു. പക്ഷേ നിന്നിലുള്ള അശുദ്ധികൾ അഴിച്ചു കളഞ്ഞ് ഒരു യഥാർത്ഥ ദൈവവൈദ്യരായി നീ കയറി വന്നാൽ നിന്റെ കുടുംബത്തെ ഞാൻ വിടുവിച്ചെടുക്കും. അത് വിശ്വസിക്കുന്നവർ മാത്രം ആക്കി പറയട്ടെ. എത്ര പേര് ഏറ്റെടുക്കണമെന്ന് എനിക്കറിയില്ല. അതൊരു വശം നിന്നോടുള്ള
കഷ്ടതയും നിങ്ങളുടെ നിലവിളിയും കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. എന്താ പാസ്റ്ററെ മറുപടി കിട്ടിയില്ലല്ലോ? ഒരു ചോദ്യമാണ്. അതാ പറയുന്നത്. ഏറ്റവും മന്ത്രിയുണ്ട്. ഇവിടെ വന്നത് ഞാൻ കണ്ടു, എന്റെ അടുക്ക വന്നത് ഞാൻ കേട്ടു, നീ പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷെ നിന്നെ വാസ്തവമായി വിടിവിക്കണമെങ്കിൽ നിന്റെ അശുദ്ധി അഴിച്ചു കളഞ്ഞ് കയറി വരണം. എല്ലാം പിടികിട്ടിയോണം. അർത്ഥം യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗം ഏറ്റു പറഞ്ഞ് യേശുവിന്റെ മകനായി തീരുമാനമെടുത്ത് സകല അശുദ്ധികളും സകല പാപങ്ങളും സകല ലോകവും അഴിച്ചു കളഞ്ഞ് ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിച്ചാൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹം പ്രാപിക്കും. അതിന് ഒരു തർക്കവുമില്ല. ഇല്ലെങ്കിൽ നീ ഇതൊക്കെ കണ്ടു കേട്ടിട്ട് ഇതെല്ലാം കേട്ടിട്ട് നീ ഇറങ്ങിയെന്ന് നിന്റെ ദൗത്യം അവിടെ കടക്കും. നിന്റെ ജനം അടിമത്തത്തിൽ കിടക്കും. എന്റെ വിഷയം വന്നില്ലെങ്കിൽ ദൂത് കയറി വന്നുകൊണ്ട് പറയാം, മോശയുടെ മേൽ ദൈവം വലിയൊരു ദൗത്യം തരികയാണ്. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള നിലവിളി ഇന്ന് പല ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ കഷ്ടതയും നിന്റെ നിലവിളിയും കേൾക്കുന്ന ഒരു ദൈവത്തിന് അനുഗ്രഹം വന്നത്. അർത്ഥം കണ്ണുണ്ടാകിട്ട് കാണാത്തവനല്ല, കാതുണ്ടാകിട്ട് കേൾക്കാത്തവനല്ല, നിന്റെ സമസ്ത അവസ്ഥകളും അറിയുന്ന ഒരു യേശുവിന്റെ അടുക്കലാണ് വന്നത്. അവൻ നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിളിച്ചു പറയാം, കർത്താവിൽ നിന്ന് ഏതെങ്കിലും ഒരു വിടുതൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവരോട് പറയുന്നത്, നിന്റെ ചെരുപ്പ് അഴിച്ചു കയറി വന്നാല് നിനക്ക് വിടുതലുള്ളൂ. ഞാൻ വ്യക്തമായിട്ട് വിശദമാക്കി പറയുക. യഥാർത്ഥമായി യേശുവിൽ നിന്ന് ഒരു അനുഗ്രഹം നിനക്ക് വരണമെങ്കിൽ മാവേലി വരുന്ന പോലെ വല്ലപ്പോഴും വന്നിട്ട് കാര്യമില്ല. നീ വന്ന് നിന്നിലുള്ള അശുദ്ധിയും സകല അന്യായ ബന്ധവും അഴിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ പൈതലായി സമർപ്പിച്ച് അവന്റെ കൽപ്പന സ്വീകരിച്ച് ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിച്ച് വാഗം ഏറ്റുപറഞ്ഞ് അവന്റെ വചനം കൈകൊണ്ട് ജലത്തിൽ മുഴുവൻ സ്നാനമേറ്റ് ഒരു ദൈവ പൈതലായി നീ തീർന്നാൽ വചനം പറയുന്നു, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാൻ. ഞങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റ മറുപടി, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും അങ്ങനെ രക്ഷപ്പെട്ടവനെ. ഏത് രക്ഷയാ? അവൻ കോടികൾ കിട്ടിയ രക്ഷയല്ല ഇത്. സമ്പത്ത് കോടിയൊന്നുമില്ലെന്ന് കടം മാറിട്ട് നിൽക്കാൻ നേരമില്ല. രോഗമൊന്നും അല്ല വിഷയം. രോഗമല്ല, കടമല്ല. ഞങ്ങൾക്കൊരു രക്ഷ കിട്ടി. എന്താണെന്നറിയാമോ? നിത്യജീവൻ. നിത്യജീവൻ ഞങ്ങളുടെ അകത്തറകളിൽ അതുണ്ട്. വിശുദ്ധ ജീവിതം നയിച്ചാൽ നിനക്ക് നിത്യത. രോഗമല്ല വിഷയം, നിത്യത. പലരുടെ വിഷയം രോഗസൗഖ്യമായി. രോഗം അവിടെ നിന്ന് ചത്താലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടില്ലെങ്കിൽ അതാണ് രോഗം മാറ്റുക. ആദ്യം കിടുവൊന്നും മാറ്റിയൊക്കെ നിന്നെ അകത്തൊന്നും കേട്ടു. അത് കഴിഞ്ഞ് നീ വചനം അനുസരിച്ച് പറഞ്ഞ കർത്താവിന്റെ വിളി എന്ന് പറയുന്നത് നിത്യതയാണ്. ഒരു യാത്ര. ഈ യാത്രയില് പോകുന്ന വഴിയിൽ നീ തളരാതിരിക്കാൻ, നീ ദാഹിക്കാതിരിക്കാൻ, നീ ക്ഷീണിക്കാതിരിക്കാൻ ഇടയ്ക്ക് നിനക്ക് കുടിക്കാൻ വെള്ളം തരുന്ന പോലെയാ രോഗസൗഖ്യം, വിടുതൽ, സാമ്പത്തികം. നിന്റെ കണ്ണിൽ ഇതൊക്കെ നിനക്ക് ഇടയ്ക്കുള്ള ഒരു ആശ്വാസത്തിനുള്ളതാ. ഇതല്ല വിഷയം, ഇതിനപ്പുറം. സഞ്ചാരിയാണ് നീ. നിന്റെ യാത്ര യേശുവിലേക്കാകണം. ആ പോകുന്ന വഴിയിൽ നിന്റെ ആശ്വാസത്തിന് ചിലപ്പോ കടമൊക്കെ നിന്നെ മാറ്റി തരും. ക്ഷീണമൊക്കെ അത് പിടികിട്ടിയാൽ അത് രക്ഷപ്പെടും. സൗഖ്യമല്ല വലുത്, വിടുതലല്ല വലുത്. ഇതൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഇതിനപ്പുറത്തുള്ള ഒരു ഞാൻ നിന്റെ കുടുംബത്തെ വിടിയിക്കാം, ഞാൻ നിന്റെ തലമുറയ്ക്ക് വാഗ്ദത്തം തരാം. പക്ഷെ നീ നിന്റെ കാലിലെ ചെരുപ്പഴിച്ച് കളയണം. അർത്ഥം, നീ പാപം വിടണം, ലോകം വിടണം, ലോക സുഖങ്ങൾ തിരിച്ചു കളയണം, യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവ വൈതലായി തീരണം. അങ്ങനെയുള്ളവർക്കായി ഈ ജനത്തെ, അടിമപ്പെട്ട് കിടക്കുന്ന ജനത്തെ മോശ
വിടുവിച്ചുകൊണ്ട് വരികയാണ്. ആ ചരിത്രം മുഴുവൻ പറയുന്നത്. അപ്പൊ അന്ന് നിയോഗം ലഭിച്ച മോശ അധികാരത്തിന്റെ വടിയും എന്തി അവൻ മിസ്രൈമിൽ ചെന്നു. ഫറവോന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടുതരണം. ഫറവോൻ ചോദിച്ചു, നിന്റെ ദൈവം ആരാ? ദൈവം പറഞ്ഞു വിട്ടു, യാഹുവേ ഹുവേ, ഞാനാകുന്നവൻ ഞാൻ. എന്താ ദൈവത്തിന്റെ പേരെന്ന് ഫറവോൻ എന്നോട് ചോദിക്കും. ഉടനെ നീ അവനോട് പറയണം, ഞാനാകുന്നവൻ ഞാൻ. കേൾക്കുന്നവരാമേ പറയണേ. അങ്ങനെയുള്ളവർ ഒരു വലിയ ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ ഫറവോനെ അടിത്തറ ഇളകി. അവൻ എന്നിട്ടും ഫറവോൻ വിട്ടില്ല. കാരണം ദൈവം അവന്റെ ഹൃദയം കല്ലാക്കി. 400 വർഷം എന്റെ ജനത്തെ അടിമപ്പെടുത്തിയത് കൊണ്ട് അങ്ങനെയൊന്നും ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നില്ല. നിനക്ക് 8ന്റെ പണി തന്നിട്ടേ വിടത്തുള്ളൂ. 400 വർഷം അടിമപ്പെടുത്തിയ ഫറവോനെയും ജനത്തെയും ദൈവം ന്യായം വിധിക്കാൻ തീരുമാനിച്ചു. 10 ബാധകൾ ദൈവം അവന്റെ ഇടയിൽ അയച്ചു. 10 ബാധകളെ ഒതുക്കം 9 ബാധകൾ അടിച്ചു. 10ാമത്തെ ബാധയായി ദൈവത്തിന്റെ ദൂതൻ തന്നെ, ദൈവം തന്നെ ഇറങ്ങി വന്ന് സംഹാരം നടത്തി. ആ വീട്ടിലുള്ള ആ ദേശത്തുള്ള സകല കടിഞ്ഞൂലുകളെയും ആമേൻ ആദ്യ ജാതന്മാരെ മുഴുവൻ തകർത്തിട്ട് അന്ന് രാത്രിയും ദൈവം ആ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുകയാണ്. ഏകദേശം 30 ലക്ഷം പേര് മിസ്രൈമിൽ അന്ന് രാത്രി പുറപ്പെടുകയാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടാവുന്നതെല്ലാം എടുത്തോണം, സകലതും എടുത്തുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടോണം. 30 ലക്ഷം പേര് മിസ്രൈമിൽ നിന്ന് യാത്രയായി. അവർ ചെങ്കടലിന്റെ പാതയിൽ വന്നു. കഴിഞ്ഞ രാത്രിയിൽ സന്തോഷം കൂടെ ചേർത്ത് പറയാം, മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത ജനം ചെങ്കടലിന്റെ മധ്യേ വന്നു. ചെങ്കടലിന്റെ മധ്യേ വന്ന് നിൽക്കുമ്പോ കണ്ടു പിറകിൽ ഫറവോൻ വരുന്നത്. ഞാൻ ആ ഭാഗം സന്തോഷം വളരെ ചിന്തിച്ചൊരു കാര്യമാണ്. ആമേൻ. ഫറവോൻ വന്നത് നന്നായി. ഫറവോൻ വന്നത് നന്നായി. ഇല്ല എന്നാ ഇതാണ് ഇവന്മാർ അവിടെ കൂടാതെ വഴിക്ക് കടന്നേ. മിസ്രൈമിൽ 400 വർഷം കടന്നെങ്കിൽ ഈ ചെങ്കടലിന്റെ പാതയ്ക്ക് പെരുന്നാമ്പള്ളി, കൊല്ലകേര്, ബുദ്ധിവേണ്ടത്, മൈനാപ്പള്ളിയിൽ ഫറവോൻ വന്നത് നന്നായി. ഇല്ലേ ഇവിടെ തന്നെ കൂടാതെ പഠിച്ച് മോശം ഇവിടെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം കാറ്റും വെള്ളമൊക്കെ നമ്മുടെ മീൻ പിടിക്കാം. ചിക്കനിൽ ഇറങ്ങി നമ്മൾ മീനൊക്കെ പിടിച്ച് ഇവിടെ അങ്ങനെ കുഴപ്പമില്ല. രാജ്യം മീൻ കൊണ്ട് മീനും കിട്ടും. ഇവിടെ തന്നെ നമുക്ക് അങ്ങോട്ട് ഫറവോൻ വന്നുകൊണ്ട് സോഫ വന്നത് കൊണ്ടാ ഇവന്മാര് നെഞ്ചത്തടിച്ച് പിടിച്ച്, അയ്യോ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നോ, ഞങ്ങളെല്ലാരെയും. ഉടനെ മോശ ഈ കേട്ടോണം, മോശയും ഇവിടെ തന്നെ കൂടിയാൽ മതിയൊന്ന് ആലോചിച്ചതൊരു സംശയം. കൂടാതെ പഠിച്ചവിടെ മോശം കളിച്ച അവിടെ തന്നെ വഴിയൊന്നും കണ്ടില്ല. 2 സൈഡിൽ അവിടെ മല, ഇവിടെ മല, മുമ്പിൽ ചെങ്കടൽ. ഇവിടെ ദൈവം ഇതിലെ കൊണ്ടുവന്നത്. മോശയ്ക്ക് വലിയ പിടിയൊന്നും കിട്ടിയില്ല. നന്നായി ഫറവോൻ വന്നത്. അതുകൊണ്ടാണ് മോശ ദൈവത്തിന് നേരെ അതുവരെ വിളിച്ചിരിക്കുന്നത്. ചെങ്കടൽ കണ്ടപ്പോഴേ ഈ മോശ ദൈവത്തിലേക്ക് തിരികെയായിരുന്നെങ്കിൽ പണ്ടേക്ക് രക്ഷപ്പെട്ടത്. പിന്നെ ഫറവോൻ വരാതെ പോകത്തുമില്ല. അത് ഞാൻ കുട്ടിക്കൊല്ലണം. ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ ഇതിനകത്ത് ദൂത് പറയാം. ചെങ്കടല് കാണുമ്പോഴേ ദൈവത്തോട് നോക്കിയാൽ മതി. പെരുമിടി തുറന്നു. പല വാതിലും തുറന്നില്ലല്ലോ. ചെങ്കടല് കണ്ടപ്പോ അതുകൊണ്ടാ കൂടാതെ പഠിച്ച് കിടക്കുന്നത്. കർത്താവേ, ഫറവോനെ ഇന്ന് തന്നെ കൊല്ലത്തിലേക്ക് വിടണം. അങ്ങനെയെങ്കിലും കെട്ടായില്ലെന്ന് ഓർത്ത് ഫറവോനെ കണ്ടപ്പോൾ അവരെല്ലാം അയ്യം വിളിച്ചു. മോശ നേരെ ദൈവത്തിലേക്ക് തിരിഞ്ഞു. ദൈവം പറഞ്ഞു, നിങ്ങളെ എന്തിനാണ് കരയുന്നത്? ആ ജനത്തോട് മുമ്പോട്ട് പോകാൻ അവരാണ് എന്നെ ചിന്തിപ്പിച്ചത്. എടാ, എന്തിനാ നീ എന്റെ നേരെ തിരുവിളിക്കുന്നത്? നിങ്ങൾ മുമ്പോട്ട് പോകാൻ. അങ്ങനെ ചോദിക്കട്ടെ, ഈ ഫറവോൻ വരുന്നതിന് മുമ്പും നിലവിളിക്കുന്നതിന് മുമ്പും ചെങ്കടലിന്റെ വാതിൽ വന്ന് മുമ്പോട്ട് ചെന്നിരുന്നെങ്കിൽ തുറന്നു വരുന്നില്ലായിരുന്നു. വരുമെന്ന് അമ്മയും പറഞ്ഞില്ല. എന്റെ കൂടെ ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് പലതിനകത്തിരിക്കുന്നെന്ന് പറയാം. നിന്റെ മുമ്പിൽ അടയപ്പെട്ട വാതിന്റെ മുമ്പിൽ പേടിച്ച് നിൽക്കുകയല്ല. ആത്മാവിൽ നീ നടന്നു ചെന്നാൽ വഴി തുറക്കും. വിശ്വസിക്കുന്നവരാമയും പറയട്ടെ. അടയപ്പെട്ട ചില വാതിലുകൾ നിന്റെ മുമ്പിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. ആത്മാവിന്റെ കൂറ് പറയുന്നു, ചെങ്കടൽ പിളർന്ന് ചെങ്കൽ പാത ഉറക്കി ജനത്തെ കൊണ്ടുവന്ന ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി വഴി തുറക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ നിലവിളിച്ചു. ദൈവം എന്തിനാണോ നിലവിളിക്കുന്നത്? ആ ജനത്തോട് മുമ്പോട്ട് പോകാൻ. അടുത്തത്, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാൾ. അപ്പൊ ഫറവോൻ വന്നത് എന്തിനാ? ഞാൻ പറയാം, ഒന്നും കൂടെ ഒന്ന് കാണിക്കാൻ.
ഇനി നീ കാണുകയല്ല. എനിക്ക് പറവൻ വരുന്നത് നല്ലത്. ഇന്നോട് കൂടെ അവന്റെ പരിപാടി തീരും. ഞാൻ ഇതിനകത്ത് പറയാം, ഏതെങ്കിലും പറവന് ശക്തി നിന്റെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഓർമ്മ നിന്റെ വിടുതലിന്റെ സമയം അടുത്തിരിക്കുന്നു. ആ തിരിച്ചറിവ് കിട്ടിയ ദൈവമക്കൾക്കായി സ്തോത്രം. പറവൻ വരുന്നത് കണ്ടപ്പോ ജനം ഭയപ്പെട്ടെങ്കിലും ദൈവം പറഞ്ഞു, ഇന്ന് കണ്ട ഇസ്രായേലേ നിങ്ങൾ ഒരു നാളും കാണുകയില്ല. ദൈവമോശത്തിന്റെ കയ്യിൽ വടിയില്ലേ ഉണ്ട്, ചെങ്കടൽ നീരെ നീട്ടാൻ പറഞ്ഞു. മോശത്തിന്റെ കയ്യിൽ വടി ചെങ്കടലിന്റെ നീരെ നീട്ടിയപ്പോ തിരുവചനം പറഞ്ഞു, ദൈവം കിഴക്ക് നിന്നൊരു കാറ്റടിപ്പിച്ചു, കടലിനെ രണ്ടായി പിളർന്നു. കടലിനെ രണ്ടായി. ഒരു കുഞ്ഞു ഓടയോ വഴിയോ ഒന്നുമല്ല. ചില ആൾക്കാർ കോപ്പി അടിച്ചിട്ട് ഓട ഉണ്ടായെന്ന് ജനലൊക്കെ ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പ്രതികൾ പിടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് കോപ്പി അടിച്ചിട്ടില്ല. അങ്ങനൊന്നുമല്ല. 3000 പേര് തോളോട് തോൾ ചേർന്ന് നിന്ന എന്ത് സ്പേസ് വേണോ അത്ര വിശാലമായ ഒരു വഴിയാണ്. ഞാൻ പറയാൻ കാര്യം, 30 ലക്ഷം പേര് ഒറ്റ രാത്രി കൂടി ചെങ്കടലിൽ കിടക്കണമെങ്കിൽ സയന്റിസ്റ്റുമാർ കണക്ക് കൂട്ടി, എടാ അത് എത്ര പെട്ടെന്ന് ഇവർ ഈ ചെങ്കടല് ഈ 30 ലക്ഷം പേര്, അവരുടെ പുരുഷന്മാർ തന്നെ, സ്ത്രീകൾ വേറെ, മൊത്തം 70 ലക്ഷം പേര് വേണം. മൊത്തം 30 ലക്ഷം പേര്. ഈ ജനം ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടല് കിടക്കണമെങ്കിൽ ഒരു ചെറിയ കൈ ഇടവഴിയാണ്, നടക്കത്തില്ല. പിന്നെയോ 3000 പേര് തോളോട് തോൾ നിന്നാൽ എന്ത് വീതിയുണ്ടോ അത്രയ്ക്കും വലിയ. നിങ്ങൾ കണ്ടേ, ചെങ്കടലിനകത്ത് പെരുവഴി തുറന്ന ചെങ്കൽ പാത ഒരുക്കി തന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് ഇന്ന് പകലിനകത്തിരിക്കുന്നത് അറിയാം, ഏതൊക്കെ വാതിലുകൾ നിന്റെ മുമ്പിൽ അടഞ്ഞാലും ഇന്ന് പകൽ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ചെരുപ്പഴിച്ച് നീ ഇന്ന് പകൽ എന്നെ അടുത്തു വന്നാൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. തിരിച്ചറിവ് കിട്ടിയവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഈ പകൽ ഏതൊക്കെയോ പെരുവഴികൾ, ഏതൊക്കെയോ പെരുവാതിലുകൾ, ഏതൊക്കെയോ വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുക. അവരന്ന് രാത്രി മുഴുവൻ ചെങ്കടലിൽ കൂടെ നടന്നു. അടുത്തത്, ഇവർ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഫറവോനും സൈന്യവും പുറകെ വന്ന ജനം നോക്കിപ്പെടാൻ ചെങ്കടലാണ് ഭയങ്കര വഴി. ഇസ്രായേൽ ഓടിപ്പോവാ, ഇവര് പുറകെ. ഒരു രാത്രി മുഴുവൻ ഈ ജനം നടന്നിട്ടാ മലയിലേക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ തുടങ്ങി ഇവിടെ വരികയെന്ന് ധരിക്കും. ഇവിടെ തുടങ്ങി വഴി തുറന്നില്ല വരെ ഇവരിവിടെ ഇറങ്ങി ഒരു രാത്രി മുഴുവൻ സഞ്ചരിച്ച് ഇവിടെ വരെ വന്നു. ഇവിടെ നിന്നപ്പോഴാ പറവനെ കണ്ടത്. ഇവിടെ നിൽക്കുമ്പോഴാണ് കണ്ടത്. എന്റെ ചിന്തയാ, കണ്ണുകൊണ്ട് കാണണമെങ്കിൽ ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരത്തിലെങ്കിലും അടുത്തുണ്ടല്ലോ കാണാൻ പറ്റത്തുള്ളൂ. 2 കിലോമീറ്ററിന്റെ മാടായിരിക്കുന്നത്, 1 കിലോമീറ്റർ ദൂരം കണ്ണുകൊണ്ട് കാണണം. അപ്പൊ ഇവര് നിൽക്കുമ്പോ ഭഗവാൻ എവിടെയുണ്ട്? ഞാൻ പറയാം 1 കിലോമീറ്റർ അടുത്തുണ്ട്. ഇവര് രാത്രി മുഴുവൻ ഓടി. ഇസ്രായേലിനെ പോകുന്നത് തേരേനും കുതിരയൊന്നും അല്ല. അവര് രാത്രി വിട്ട് വിടുന്നത് പ്രായമുള്ളവരെ ചുമന്ന് പെട്ടകവും ചുമന്ന് ജനത്തെ പ്രായമുള്ളതിനെയും അവരുടെ ഭണ്ഡാരക്കെട്ടും ആടുമാക്കി ഇതെല്ലാം നടന്നാണ്. പറവന് മുന്നിൽ വരുന്നോ രഥത്തെ കേൾക്കണം. 1 കിലോമീറ്റർ അടുത്ത് രഥത്തിൽ പറവനെ കണ്ടിട്ട് ഇവിടുന്ന് ഓട്ടം തുടങ്ങി. ഒരു രാത്രി മുഴുവൻ ജനം ഓടിയിട്ടും പറവൻ അടുത്ത് പിടിമിറ്റിയോ? ഇവന്മാരെ രഥത്തെ വരുന്നത്, പക്ഷെ ജനത്തിന്റെ അടുക്കൽ എന്നതാ വചനം പറയുന്നു, പറവന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ ഓട്ടം കേട്ടോ. ഇവര് വരുന്നത് രഥത്തേല, പക്ഷെ ചക്രത്തിന്റെ ഓട്ടം പിടിച്ചു. രാമൻ പറയട്ടെ, നടന്ന ഇസ്രായേൽ ജനം പോകുന്നത് എന്നെ ഞങ്ങളുടെ അമ്മാവിപ്പോലുള്ളവരൊക്കെ ആയിരിക്കും പോകുന്നത്. നടക്കാൻ പോലും കുത്തി എടുത്തും പിടിച്ചുമൊക്കെയാ പോകുന്നത്. പക്ഷെ പറവൻ രഥത്തെ വന്നിട്ട് ജനത്തിന്റെ അഞ്ചല്ലൊക്കെ വന്നില്ല. അർത്ഥം അവന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ ഒരുമിച്ച ദൈവം പിടിച്ചു നിർത്തിയെങ്കിൽ ഞാൻ ഇതിനകത്തേക്ക് ദൂത് പറയാം, നിന്റെ പിറകെ ഏതൊക്കെ ശത്രു കാലു വന്നാലും അവന്റെ രഥത്തെ പിടിച്ചു നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം. അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് കരമടിച്ചു ആരാധിച്ച് എനിക്കറിയില്ല ആരെയൊക്കെ പിറകെ വരുന്ന ചില സ്പിരിറ്റുകളെ ദൈവം പിടിച്ചു നിർത്താൻ പോവാ. രാത്രി മുഴുവൻ രഥം ഒഴിഞ്ഞ് ചക്രത്തിന്റെ ഓട്ടത്തെ പിടിച്ചു നിർത്തി. കുതിര വലിക്കുന്നു, ചക്രം ഉരുളുന്നില്ല. മുമ്പിൽ പോകുന്ന
പോകുന്ന ജനം ചെങ്കൽ പാതയിൽ കൂടെ പിറകെ വരുന്ന ഭഗവാൻ ചേറിനകത്ത് ഊരുണ്ട്. പറഞ്ഞില്ല അർത്ഥം ഇവര് പോകുന്നതിന് പുറകെ പറവം വന്നെങ്കിലും പറവം വന്നത് ചെങ്കൽ പാതയിലല്ല, ഭഗവൻ ചേറിനകത്താണ്. പറയാം ജനം ഉപവസിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവത്തോട് നിലവിളിച്ച് തുറന്ന വഴിയാ ഇപ്പൊ നീ പോകുന്നത്. നീ പോകുന്ന വഴിയിൽ ശത്രു നിന്റെ പിറകെ വരിക. ഇത് ഏറ്റെടുത്തോളം കേട്ടോ. പ്രാർത്ഥിച്ച് ദൈവം നിനക്ക് തുറന്ന വഴിയുടെ പിറകെ ശത്രു വരില്ലെന്ന് ഇത് കേട്ടെങ്കിലും ആ കൈ അടിച്ചു നടുക്കായപ്പോ ജനക്കരെ മോശ വടിയെടുത്ത് വീണ്ടും ചെങ്കിടന്ന തീരെ നീട്ടി. വചനം പറയുന്നു ആ തുറന്ന വഴി ദൈവം അടച്ചു. ഫറവോനെയും സൈന്യത്തെയും ദൈവം ചെങ്കടലിൽ തള്ളിയിട്ടു. ഊതാഭോഗം പറഞ്ഞതല്ല, കെട്ടുകഥ പറഞ്ഞതല്ല. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ട്, സെർച്ച് ചെയ്ത് ചെങ്കടലിന്റെ ഹിസ്റ്ററി ഒന്നെടുക്കുക. ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാരും അതിനെപ്പറ്റി പഠിക്കുന്ന ആൾക്കാരും ചെങ്കടലിന്റെ അകത്ത് അവർ പരിശോധിച്ചപ്പോൾ രഥങ്ങളുടെയും കുതിരകളുടെയും മറ്റ് ആയുധ സാധനങ്ങളുടെയും അവശിഷ്ടങ്ങൾ കണ്ടു. കള്ളം പറഞ്ഞതല്ല, നടന്ന കാര്യം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോ, ശത്രുവിന്റെ ബലത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചെടുത്ത ഒരു ദൈവം ഇങ്ങനെ നടത്തിക്കൊണ്ടുവന്ന് ചെങ്കടല് കടത്തി. പിന്നെ പറയാൻ നേരമില്ല, എരികോ കടത്തി, യോർദാൻ കടത്തി, മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും തന്ന് അടിമ വീട്ടിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഇതാ വാഗ്ദത്തം. അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോട് പറഞ്ഞ പ്രോമിസ, നിന്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. പാലും തേനും എടുക്കുന്ന ദേശത്ത് വാഗ്ദത്ത കനാൻ ദൈവം ഒരുക്കിയത് പാലും തേനും ഒഴുകുന്ന ദേശം. ഞാനൊരു ചരിത്രത്തിൽ ഇങ്ങനെ വായിച്ചു, ആശ്ചര്യമായി പാലും തേനും ഒഴുകുക. എന്നാ കാര്യം പറയാം, ആടുമാടുകൾ നിൽപ്പുണ്ട്, കറക്കാൻ ആളില്ല, അകിടുകൾ നിറഞ്ഞിട്ട് ആടും മാടുകളും പാലുകൾ തന്നെ ചൊരത്തിക്കളയും. പാലൊഴുകുക വഴിയിലൂടെ. അടുത്തത് തേൻ. തേൻകൂടെല്ലാം നിറഞ്ഞിട്ട് എടുക്കാൻ ആരുമില്ല, കൂടെല്ലാം പൊട്ടി തേൻ ഒഴുകുക. ചുമ്മാതെ പറഞ്ഞതല്ലെന്ന്. പാലും തേനും ഒഴുകുന്ന ദേശത്ത് ദൈവം അവരെ കൊണ്ടുവന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ കുഴിക്കാത്ത കിണറ്റിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കും, നിങ്ങൾ പണമുണ്ടാക്കാത്ത ഭവനങ്ങളിൽ നിങ്ങൾ പാർക്കും. ഇന്ന് നമ്മൾ ഇതിനകത്തേക്കുള്ള ജനത്തോട് പറയുന്നത്, ചെരുപ്പൂരിൽ കയറി വന്ന ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ അനുഗ്രഹവും നീ അനുഭവിക്കും. ആ തിരിച്ചറിവിക്കുന്നവർ കാണിച്ച് നമ്മൾ വായിച്ച വചനം പറയരുത്, ഇസ്രായേൽ ഗ്രഹം പറയട്ടെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്താ കാര്യം? ഇത്രയും കാര്യങ്ങൾ ഇവരുടെ പുറകിൽ കിടപ്പുണ്ട്. അടിമ വീട്ടിൽ നിന്ന് 400 വർഷം ബന്ധിക്കപ്പെട്ട് കടന്ന ജനത്തെ ഈ വിധത്തിൽ കൊണ്ടുവന്ന ദൈവത്തെ അവൻ ദാവീദ് സങ്കീർത്തനം എഴുതി പറയുക, ഇസ്രായേൽ ഗ്രഹം അവന്റെ ദൈവത്തെ ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ ഇന്ന് പകരം നടത്തിയിരിക്കുന്നതറിയാം, നിന്നെ വിടുവിച്ച ദൈവത്തെ ഓർത്ത് നീ എന്നും നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ഒരു കാര്യം പറഞ്ഞു, ഇത്രോ സമയം 2-3 കാര്യങ്ങൾ പറയാം. അല്ല രാമൻ പറഞ്ഞു. അടുത്തത് അഹരോൻ ഗ്രഹം പറയട്ടെ. അല്ലെ സത്യത്താക്കാരെ വായിച്ചേ ആയില്ലേ? അഹരോൻ ഗ്രഹം പറയട്ടെ അവന്റെ ദയ. ആദ്യം പറഞ്ഞ ഇസ്രായേൽ ഗ്രഹം പറഞ്ഞു, 2 അഹരോൻ ഗ്രഹം പറയട്ടെ അവന്റെ ദയ എന്നേക്കും. നല്ലൊരു രാമൻ പറഞ്ഞു. ഒരിക്കൽ കൂടി രാമൻ പറഞ്ഞു. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിനാണ്. മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒരു ദിവസം
ദൈവം മോശയെ വിളിച്ചു, നീ പർവ്വതത്തിൽ കയറിയിരുന്നു. മോശ പർവ്വതത്തിൽ കയറാൻ പോകും ദൈവത്തോട് സംസാരിക്കാൻ. 40 ദിവസം മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ ഇരുന്നു. ആ സമയത്ത് യോശുവയെ കൊണ്ടുപോയി. യോശുവയെ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയില്ല. പകുതി ഇവിടെ നിന്നോ ഞാൻ പോയിട്ട് വരാം. പോകുമ്പോൾ താഴ്വാരത്തിൽ നിന്ന് പോകുമ്പോൾ മോശ തന്റെ സഹോദരനായ അഹരോനെയും മറ്റു ചിലരെയും ഈ ജനത്തെ ഏൽപ്പിച്ചിട്ടാണ്. വെറുതെ വിട്ടിട്ട് പോയില്ല. മോശ 40 ദിവസം ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ പോവുക. കാരണം എന്തിനാണ് അറിയാവോ? കർത്താവിന്റെ 10 കൽപ്പനയും സമാഗമന കൂടാരത്തിന്റെ കണക്കും അതിന്റെ പ്രമാണങ്ങളും ബാക്കിയുള്ള കൽപ്പനകളും എല്ലാം പറയാൻ വേണ്ടി ദൈവം മോശയെ പർവ്വതത്തിൽ വിളിച്ചു. 40 ദിവസം. ഈ സമയം ആ യോശുവയെ കൊണ്ടുപോയി പകുതി നിർത്തി. പക്ഷെ പോകുന്നതിന് മുമ്പ് മോശ അഹരോനെ ഈ ജനത്തെ ഏൽപ്പിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ജനത്തിന്റെ ലീഡറാക്കിയിട്ട് പെട്ടെന്ന് അഹരോനെ നിർത്തിവിടാതെ, നീ അഹരോനെ നീ ഇവരെ നോക്കിക്കോണം, ഞാൻ പോയിട്ട് വരാം. മോശ കയറിപ്പോയി, യോശുവയിൽ പോയി. ഇപ്പൊ അഹരോനും ജനവും താഴ്വാരത്തിൽ നിൽക്കുക. 40 ദിവസം മോശ പോയിട്ട് മോശയെ കാണാതെ വന്നപ്പോ ജനം ആകെ പ്രശ്നമായി. അർത്ഥം, നടത്തുന്നവൻ കൂടെ ഇല്ലാതെ വന്നപ്പോ ജനം എഴുതിയിരിക്കുന്നു, അവർ കെട്ടഴിഞ്ഞ് നടക്കാൻ തുടങ്ങി. എന്ത് ചെയ്തു? ഒന്നും കൂടെ പറയാം, പാസ്റ്റർ സ്ഥലത്തില്ല, ഒരു അസോസിയേറ്റ് ഭാഷ ഏൽപ്പിച്ചിട്ട് പോയി. അവനാണ് അത്ര ഗുണമുള്ളവൻ. അതുകൊണ്ട് നമുക്ക് പറ്റിയത് അസോസിയേറ്റുമാർ അത്ര ഗുണമല്ല. അത് നമുക്ക് ഇവിടെ കുറെ അസോസിയേറ്റുമാരുണ്ടായിരുന്നു. അവരെ പ്രകടിപ്പിച്ചെന്നാണ്. നമ്മൾ വന്നാൽ പുറപാട് പുസ്തകം 32-ന്റെ 1 മുതൽ വായിച്ചു. എന്നാൽ മോശ പർവ്വതത്തിൽ ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുത്ത് വന്നുപോയി. മോശ പർവ്വതത്തിൽ ഇറങ്ങി വരുവാൻ താമസിക്കുന്നത് ജനം കണ്ടപ്പോൾ പോയിട്ട് 40 ദിവസമായേ ഉള്ളൂ. ഒരു 10-15 ദിവസമായപ്പോഴേ ജനത്തിന് ആകെ ഒരു മടുപ്പ്. മോശയില്ല. മോശയുണ്ടെങ്കിൽ ഭയങ്കര പരിപാടിയില്ല. ഡെലിവറൻസ് മീറ്റിംഗ്, രോഗശാന്തി, ഹീലിംഗ്, ദൂതൊക്കെ മോശം. ഈ അഹരോന്റെ സംഗതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ആകെ ഒരു മടുപ്പ്. ഇവർ പെട്ടെന്ന് അഹരോനെ വിളിച്ചിട്ട് പറഞ്ഞു, അഹരോന്റെ അടുക്കൽ വന്നുപോയിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നമുക്ക് മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞു. നിങ്ങളെ കേട്ടോണേ. ചെങ്കടലിൽ കിടന്ന് ഇസ്രായേൽ 10 വാതി കഴിച്ച് പോയവർക്ക് 40 അടയാളം കൊണ്ടുവന്ന ദൈവം മോശയെ പ്രത്യേകമായിട്ട് സംസാരിക്കാൻ 40 ദിവസം വിളിച്ചപ്പോ ഈ 40 ദിവസന്മാരിൽ അഹരോനെ വിളിച്ചിട്ട് പറയാം, ഞങ്ങൾക്ക് മുമ്പിൽ നടക്കാൻ നീ ഒരു ദൈവത്തെ ഉണ്ടാക്കി. 40 ദിവസം ഉദ്ദേശിച്ചില്ല വന്നപ്പോ വിശ്വാസികൾ പറയുക, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി. ആ ഉണ്ടാക്കി തരുന്നത് ദൈവമല്ല, ഉണ്ടാക്കിയവനാക്കി. ഉണ്ടാക്കി തന്നതെന്നും അവരുടെ ഉണ്ടാക്കി പല രൂപത്തിലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ അഹരോനോട് പറഞ്ഞു, നടക്കേണ്ടതൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ ഇസ്രായേൽ ദേശത്ത് പുറപ്പെടുപ്പിച്ചു കൊണ്ടുവന്ന പുരുഷനായി മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരും ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അവരവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് മാഷ വരുത്തി. അപ്പോൾ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ ഇസ്രായേലിൽ, ഇത് നിന്നെ ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്നവൻ ദൈവമാകുന്നു. ശ്രദ്ധിച്ചോണം, ജനം അവരോട് എടുക്കാൻ വന്നു. അവര് ദൈവത്തോടെ കൊണ്ടുവന്നല്ല, അവര് വിളി ഇല്ല. പിന്നെ വിളി തരുന്നത് ഞങ്ങളെല്ലാം കൂടെ അവരോട് എടുക്കാൻ വന്നിട്ട് പറഞ്ഞത്, മോശയെ ഇപ്പൊ കാണുന്നില്ല, ഞങ്ങളെ ഇസ്രായേലിനെ വിളിച്ചു, ഞങ്ങൾ പോയി, ഞങ്ങൾക്ക് മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ നീ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പോഴേ ഇവന്റെ അകത്ത് ലഡു പൊട്ടി. ഇവന്റെ അകത്ത് ലഡു പൊട്ടി. കാരണം എന്നാ, ഇവന് ചിലതിനൊക്കെ അറിയാം. രാജുവിനോട് പറയേ, രാജുണ്ണ നമുക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ രാജുവിന്റെ ഉള്ളിൽ പഴയ പിക്ചർ കിടപ്പുണ്ട്. പുതിയ ദൈവത്തെ അറിയില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഉള്ള ദൈവത്തെ പിക്ചർ രൂപമൊന്നും എടുക്കട്ടെ, എന്താണ് അഹരോനോട് പറഞ്ഞു, നീ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി. കുറെ അഹരോനകത്ത് പെട്ടെന്ന് ലഡു പൊട്ടി. പെട്ടെന്ന് അകത്ത് തീരുമാനിച്ചു ദൈവത്തെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. പെട്ടെന്ന് അഹരോൻ പറഞ്ഞു,
ആദ്യമുള്ള ദൈവത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു. കാതലും കഴുത്തലും ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടാക്കാനും. പലപ്പോഴും സലും ദൈവത്തെ ഉണ്ടാക്കി തരേണ്ടതായിരുന്നു. കാതലും കഴുത്തലും ഇല്ലാത്തത് കൊണ്ട് രാമൻ പറയും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു സാഹചര്യം വന്നാൽ ഉറപ്പാ നിന്റെ കാതയിലും കഴുത്തയിലും പറിച്ച് നീ ദൈവത്തെ ഉണ്ടാക്കും. ഉണ്ടാക്കണ്ട, ഉണ്ടാക്കിയവരും. എന്തുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ ആഭരണം ധരിക്കാത്തത്? ഇതാണ് ശരിക്കുള്ള പെന്തക്കോസ്തുകാർ. ഡ്യൂപ്ലിക്കേറ്റ് ഒത്തിരി എണ്ണം ഉണ്ട്. ഞങ്ങളുടെ കാര്യമല്ല പറയുന്നത്. കറ തിന്നുന്ന പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ കറ തിന്നുന്ന ദൈവമക്കൾ എന്താണ് ആഭരണം ധരിക്കാത്തത്? ഇത് തന്നെ കാരണം. നാളെ ഒരു സാഹചര്യത്തിൽ വന്ന ഇവരെ പറഞ്ഞ് ദൈവത്തെ അതേ തെളിയിച്ചിട്ട് പോകുന്നു. എന്ത് ചെയ്തു? ഈ ആഭരണമെല്ലാം കൂടെ പറിച്ചത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് പുതുതായിട്ട് വന്നവരോട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ഇരിക്കുന്നവരോടാണ് പറയുന്നത്, അല്ലാത്തവർക്ക് അത് ബാധകമാണ്. നിങ്ങൾ ആഭരണം പറിച്ചു വരാൻ പറഞ്ഞു. മോശയുടെ അങ്ങനെ ഇവരുടെ എല്ലാം പെണ്ണുങ്ങളെ എല്ലാം കൂടെ കുടുക്ക കിടക്കുന്ന കാതും കണ്ണയിലും മൂക്കയിലും പെടലിക്കും അരയിലും കാലയിലും ഇടാമത്തെല്ലാം എവിടെയൊക്കെ കുത്താം അവിടെയെല്ലാം കുട്ടികളാണ്. ചില നാക്കെ കുട്ടികൾ നടക്കുന്നുണ്ട്. കണ്ണല് ചെവിയിൽ ഇവിടെ കുത്തി ചെവിക്ക് പിന്നെ ഇടയില്ല. പുതിയ ചെവി ഉണ്ടാക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് അവരുടെതെല്ലാം കൂടെ പറിച്ചിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. ശ്രദ്ധിച്ച് വായിക്കണം. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ശ്രദ്ധിച്ച വാക്യം നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിക്കണം. 32-ാം അധ്യായം 4. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. എങ്ങനെയായിരുന്നു ഉണ്ടാക്കി? കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ ഇസ്രായേലിൽ ഇത് നിന്നെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന് നിന്റെ ദൈവമാകുന്നു എന്ന്. അടുത്തത് അഗരൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിത് കണ്ടോ? അഗരൻ ഉണ്ടാക്കി കൊടുത്തു. അടുത്തത് അതിനു മുമ്പിൽ യാഗപീഠവും ദൈവത്തെ മറന്ന് എല്ലാത്തിനും ഉണ്ടാക്കി. കാളയെ ഇതിനുണ്ടാക്കി. ഓ നിങ്ങളുടെ ജാമ്യം പറഞ്ഞു. ഇവിടെ എഴുതിക്കുന്നുണ്ടോ? ഭാഷ വരുന്ന ഒരു കാളക്കുട്ടിയെ വാർത്ത്. ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, കാള മിസ്രൈമിൽ നിന്ന് വന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ കാള ഭയങ്കര ശക്തമാണ്. തിരിച്ചറിഞ്ഞോണം, മിസ്രൈമിലെ പിശാചാണ് കാള. അത് വേഷം മാറി ഇവിടെ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. അതിനെ വണങ്ങുന്നവർക്ക് ഇഷ്ടമാണ്, വണങ്ങാത്തവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ കണ്ടാൽ അതിന് മുമ്പാകെ യാഗപീഠം പണിത് നാളെ യഹോവയ്ക്ക് ഉത്സവം എന്ന് വിളിച്ചു. പിറ്റന്നാൾ അധികാരത്തിൽ ഹോമയാഗം വിളിച്ചു. സമാധാനം ജനം ഭക്ഷിപ്പാനും അടുത്തത് കുടിപ്പാനും ഇരുന്നു കളിപ്പാനും എഴുന്നേറ്റു. ഈ കാളയെ ഉണ്ടാക്കി യാഗം തുടങ്ങി. 3 കാര്യം: ഭക്ഷിച്ചു, കുടിച്ചു, കളിച്ചു, ഗെയിം കളിച്ചു. ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കേണ്ടതിന് സത്യദൈവത്തെ കണ്ടിറങ്ങിയ ജനം ഇപ്പോ തങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ആഭരണം പറിച്ച് കാളയെ ഉണ്ടാക്കി കളിപ്പാനും കുടിപ്പാനും ഭക്ഷിപ്പാനും. തിരിച്ചറിഞ്ഞോണം, നിന്റെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ നാളെ നീ കാളെ ഉണ്ടാക്കും, കാളയുടെ മുമ്പിൽ തുള്ളും, നീ കളിക്കും, തുള്ളും, കുടിക്കും. പ്രാർത്ഥിച്ചിട്ടോ വയലെ പോലെ വന്നു ശക്തി കിട്ടും. മിക്കവാറും നീ ഇത് പറിച്ച് കാള. നിന്റെ അകത്ത് കാള കളപ്പുണ്ട്. അകലോനെ നിന്റെ അകത്തൊരു കാള കിടപ്പുണ്ട്. കാളല്ല, മിസ്രൈമി അകലുണ്ട്. കണ്ടതാ കാളയാണ് വളർന്നത്. നമ്മളെല്ലാം കണ്ടു കേട്ടിട്ടാ വന്നിരിക്കുന്നത്. അകത്ത് തന്നെ കിടപ്പുണ്ട് കാള. അതുകൊണ്ടല്ലേ കൂർത്ത് വരച്ച അമ്മ കാളെ വാർത്തുണ്ടാക്കി എഴുതിയിരിക്കുന്നത്. നീ ശ്രദ്ധിച്ചോണം, കാരണം ഇതിന്റെ അടുത്തൊരു ഭാഗം പറഞ്ഞ് നിങ്ങൾക്ക് പിടികിട്ടും. 32-21 വായിച്ചു. 32-15 വായിച്ചു. 15. മോശ തിരിഞ്ഞ് പർവ്വതത്തിന് സാക്ഷ്യത്തിന് പലക രണ്ടും അവരുടെ കയ്യിലുണ്ടായിരുന്നു. മോശയുടെ കയ്യിൽ ഇങ്ങനെ 2 കൽപ്പലക ആയിട്ട് മോശ പർവ്വതത്തിൽ ഇറങ്ങി വരിക. 40 ദിവസം കഴിഞ്ഞു. ശ്രദ്ധിക്കും, 40 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കയ്യിൽ പലക, ഈ കയ്യിൽ 2 കല്ലിന്റെ പലക. 2 കൽപ്പലക.
ദൈവം തന്നെ തന്റെ കൈ കൊണ്ട് വെട്ടിയെടുത്ത് അതിനകത്ത് 10 കൽപ്പന എഴുതി. നിന്റെ ദൈവമായ യഹോവേ അല്ലാതെ വേറെ ദൈവമില്ല, ദൈവത്തെ ആരാധിക്കണം, അല്ലെ? ഈ പ്രമാണം കൊടുത്ത് പാപം ചെയ്യരുത്. 10 കൽപ്പന എഴുതി കൈകൊണ്ട്. ഈ കൽപ്പനയായിട്ട് മോശയും അകലൊന്നും താഴോട്ട് ഇറങ്ങി വരുന്ന വാക്യമാണ് വായിച്ചത്. പലക ദൈവത്തിന്റെ പണിയും പലകയിൽ 17 ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു. അടുത്തത് 17. ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പറഞ്ഞു, പാളയത്തിൽ യുദ്ധഘോഷം ഉണ്ടെന്ന് പറഞ്ഞു. അതിന് അവൻ, ജയിച്ച് ആർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതികാരം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. മോശയും അകലൊന്നും നോക്കിയല്ലാലും രണ്ടുപേരും കൂടെ കൽപ്പനയായിട്ട് വേണ്ടി ഇറങ്ങി വരിക. താഴെയാ സംഭവം നടക്കുന്നത്. ഒരു പർവ്വതത്തിന് മുകളിലാണ്. ഇവർ താഴോട്ട് ഇറങ്ങി വന്നപ്പോ ഭയങ്കര ഒച്ച താഴെ കേൾക്കാം. പെട്ടെന്ന് ഒച്ച കേട്ടപ്പോ യോശുവ കൂടെയുണ്ട്. യോശുവ പറഞ്ഞു, താഴെ യുദ്ധമാണെന്ന് തോന്നുന്നു, യുദ്ധത്തിന്റെ ഘോഷമാണ് കേട്ടത്. യോശുവ പറഞ്ഞു. ഉടനെ മോശം മറുപടി, അല്ല, ഇത് ആർത്ത് വിളിക്കുന്ന ഘോഷമല്ല, ആർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല. അർത്ഥം, ഇത് പ്രതികാരം ചെയ്യുന്നവരുടെ ഘോഷം മാത്രമേ കേൾക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചേ. യോശുവ പറഞ്ഞ എന്തുവാ? താഴെ യുദ്ധം. മോശ പറഞ്ഞു യുദ്ധം. രണ്ടുപേരും കണ്ടില്ല. രണ്ടുപേരും എന്താണ് കണ്ടില്ല? ശബ്ദം കേട്ടു. രണ്ടുപേരും ഒറ്റ ശബ്ദം കേട്ടത്. ഭയങ്കര ഒരു മുഴക്ക, ഒരു ഒറ്റ ശബ്ദം, എന്തൊക്കെയോ കാളിൽ പോകുന്ന പോലെ. യോശുവ പറഞ്ഞു യുദ്ധമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. മോശ പറഞ്ഞു യുദ്ധമല്ല, ജയിച്ചവന്റെ ഘോഷമല്ല, തോറ്റവന്റെ ഘോഷമല്ല, ഇത് ഗാനപ്രതികാരം. എന്താ കാരണം പറയാം. യോശുവ പർവ്വതത്തിൽ മോശയെ പ്രതീക്ഷിച്ചിരുന്നു 40 ദിവസം. എന്നാൽ മോശ 40 ദിവസം ദൈവത്തിൽ. ദൈവശബ്ദം കേട്ടവനും ദൈവത്തെ കണ്ടവനും താഴത്തെ ശബ്ദം കേട്ടപ്പോൾ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞു, ഇത് സാത്താന്റെ ശബ്ദം. പിടിക്കുന്നവരാമേ പറയണം, പിടിക്കുന്നവരാമേ പറയണം. എന്നാൽ യോശുവ 40 ദിവസം താഴ്വാരത്തിൽ മോശയെ വെയിലിരിക്കുക. മോശ 40 ദിവസം ദൈവത്തിന്റെ കൂടെ ഇരുന്നു. ദൈവശബ്ദം കേട്ടവന് പിശാചിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയും. പിടിക്കുന്നവരാമേ പറയട്ടെ. മോശ പറഞ്ഞു, ഈ കേൾക്കുന്നത് ജയത്തിന്റെ ഘോഷമല്ല, ഇത് തോറ്റവരുടെ ശബ്ദമല്ല, ഇത് ഗാനപ്രതികാരം. ഇത് മകൻ ഇതിനകത്തിരിക്കുന്നത് പറയാം. ദൈവശബ്ദം ഈ കാലഘട്ടം അല്ലാതെ കള്ളപ്രവാചകന്മാരും കള്ളയാരാധനകളും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും സുലഭമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെയും ഇവിടെയും യേശുവിന്റെ പേരിൽ പല പണിയും നടത്തി, പല കൂടാരം ഉണ്ടാക്കി പലരും ആരാധിക്കുമ്പോ യഥാർത്ഥ ദൈവശബ്ദം തിരിച്ചറിയുന്ന ഒരു ദൈവമാകാനായി തീരണം. അതുകൊണ്ട് പറയാം, ദൈവശബ്ദം കേട്ടവന് പിശാചിന്റെ ശബ്ദം കേൾക്കുമ്പോ അറിയാം. ശ്രദ്ധിച്ചു കേട്ടെ. ഒത്തിരി പേര് തൊട്ടപ്പുറത്തൊരു പള്ളിയിൽ നടക്കുന്നു. ഇവിടെ പല പള്ളിയിലെ കുരിശ് വെച്ച് കൊണ്ട് ആലപ്പുഴയ്ക്കും അവിടെ കൂടാരത്തിനകത്ത് കുറെ പേര് വേണം നോക്കുന്നു. പല പേരുണ്ട്, അർത്ഥങ്ങളുണ്ട്. പല അമ്മച്ചിമാരുടെ പേരിലും പലയിടത്തും യേശുവിന്റെ പേര് അമ്മച്ചിന്റെ പോകാത്തത് എന്നാന്നറിയാവോ? ദൈവശബ്ദം അറിയാം, ഇത് പിശാചിന്റെ ശബ്ദമാണ്. ജാതകമൊക്കെ പലയിടത്തുകൊണ്ട് എല്ലാം ദൈവത്തിൽ നല്ല. ഒന്നും കൂടെ പറയാം, തുള്ളവും ചാട്ടവും അത്ഭുതവും അടയാളവും എല്ലായിടത്തും നടക്കും. നമ്മളിവിടെ തൊട്ടടുത്ത് ദൈവം കളിച്ചിട്ടാണുള്ളത്. അവിടെ അത്ഭുതമൊക്കെ ഉണ്ട് കേട്ടോ, രോഗമൊക്കെ. പക്ഷെ ദൈവശബ്ദം കേട്ടവൻ അറിയാം, ഇത് ദുരാത്മാവാണ്. മോശ 40 ദിവസം ദൈവശബ്ദം കേട്ടപ്പോ ദൂരം നിന്ന് കേട്ട ശബ്ദം പോലും തിരിച്ചറിയാം. പ്രവാചകന്മാരൊക്കെ വന്ന് കൂട് പറയും. എല്ലാവരും ദൈവത്തിൽ നിന്ന്. ഇപ്പൊ ഞാൻ ഈ റെക്കോർഡിംഗ് കൊണ്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളായിട്ട് വീട്ടിൽ കൊള്ളുക. പറയാം, ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഒരു ആണ്ടിയെ ചില നാളുകളിൽ എന്നെ വിളിക്കുന്ന ഒരാളാണ്. ഞാൻ 2 പ്രാവശ്യം അവരുടെ വീട്ടിൽ പോകും. ഒരു പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കൊച്ച് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യും. ആ ശബ്ദം കേട്ടു.
അതിനുശേഷം അവരും ഒരു സ്വപ്നം കണ്ടു, എൻ്റെ കൊച്ചു ബിലീവേഴ്സിൽ ജോലി. അങ്ങനെ എനിക്ക് അവരുടെ മൂത്ത മകൾക്ക് ഒരു കല്യാണമാകാനോ, ആ കല്യാണം ഒരു സ്ഥലത്തിൻ്റെ ഏതൊരു ഒരു ബന്ധു വരാണ് പറഞ്ഞു, ഞാൻ ഈ അഡ്മിഷൻ മേടിച്ചു തരാം, എത്ര രൂപ കൊടുത്താൽ മേടിച്ചു. അവരങ്ങനെ കണ്ട് ബിലീവേഴ്സിൽ കൊച്ചിൻ്റെ അഡ്മിഷൻ വേണ്ടി പൈസ കൊടുത്തു. 1 ലക്ഷം കൊടുത്തു, 2 ലക്ഷം കൊടുത്തു, 3 ലക്ഷം കൊടുത്തു, 4 ലക്ഷം കൊടുത്തു, 50 ലക്ഷം കൊടുത്തു, 60 ലക്ഷം കൊടുത്തു, 20 ലക്ഷം രൂപ വരെ ഇതുവരെ അഡ്മിഷൻ. ഈ ആളെ ഇപ്പം ഭയങ്കര വിശ്വാസമാണ്. എത്ര ചോദിച്ചാലും 2 വട്ടം ഞാൻ ചെന്നപ്പോഴും പറഞ്ഞു, ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യാൻ സൂക്ഷിച്ചു. ബിലീവേഴ്സിൽ കൊച്ചു ജോലി ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല, ഇതിന്റെ വിവാദം നടക്കുന്നതാണ്. ബാക്കി എല്ലാ തോന്നും അവർക്ക് ഇഷ്ടപ്പെട്ടു, ഇത് മാത്രമുണ്ട്. പകുതിയൊക്കെ അവർക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർ ആദരിച്ചത് പറഞ്ഞത് കൊണ്ട് അവർക്ക് സന്തോഷമാണ്. എന്നെ വലിയ കാര്യമില്ല, എപ്പോഴും എന്നെ പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുന്നു. ബാക്കി വന്ന 99 പ്രവാചകന്മാരും പറഞ്ഞു ബിലീവേഴ്സ് ജോലി. ഒരൊറ്റ ഉപദേശം ഞാൻ പറഞ്ഞു, ജോലി ചെയ്യില്ല. പ്രവാചകൻ അവര് നോക്കി 99 പേരും പറഞ്ഞത് 2 വാവഴിയിൽ ഏത് കാര്യം അവര് പറഞ്ഞു. 99 പേരും എന്റെ കൊച്ചു ബിലീവേഴ്സ് ജോലി ചെയ്തതാണ്. ഫിലിപ്പാസ് മാത്രമുള്ള അവിടെ ഇച്ചിരി ഒരു വൈരാഗ്യം എന്നോടുണ്ടായിരുന്നു. കേൾക്കണോ കൂട്ടരെ? ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ക്ലാസ്സിലെ വാട്സപ്പിൽ ഞാനൊരു പത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ചെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ഓരോ തന്നെ അവൻ കള്ളനായിരുന്നു, എൻ്റെ 70 ലക്ഷം രൂപ പോയി. പാസ്റ്റർ പല പാസ്റ്റർമാരും എന്നോട് പറഞ്ഞു, എൻ്റെ കൊച്ചു ബിലീവേഴ്സ് ഫിലിപ്പ് പാസ്റ്റർ മാത്രമേ പറഞ്ഞുള്ളൂ, ആ കൊച്ചു ബിലീവേഴ്സ് ജോലിയിൽ ഇവൻ തട്ടിപ്പ. ഞാൻ വിശ്വസിച്ചില്ല പാസ്റ്ററെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, എല്ലാ ശബ്ദവും ദൈവശബ്ദം. അവരെന്ത് ചെയ്തു? ഈ 99 പാസ്റ്റർമാരെ വിളിച്ചിട്ട് എൻ്റെ ഫോട്ടോയും എൻ്റെ പ്രൊഫൈലും വെച്ചു ഒറ്റ പാസ്റ്ററെ കറക്റ്റ് ദൂത് പറഞ്ഞതാണ്. ആണെന്നല്ല പറഞ്ഞു വന്നതിന്റെ അർത്ഥം ദൈവശബ്ദം കേട്ടോ. 40 ദിവസം പർവ്വതത്തിലിരുന്ന മോശ ദൈവശബ്ദം കേട്ടപ്പോ പിടികിട്ടി, ഈ താഴെ നടക്കുന്ന ദൈവാരാധനയല്ല, ഇത് സാത്താന്റെ മേല. മോശ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായെന്നറിയോ? ഈ കൽപ്പന കേട്ടോ ഒറ്റ ഏറിഞ്ഞിട്ട് അവന്റെ ആ കാളയും വിഗ്രഹത്തെ മുഴുവൻ ഉടച്ചു കളഞ്ഞു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കാൻ പറഞ്ഞു. 30 ലക്ഷം പേര് നിൽക്കുക, ഒറ്റ കരാറ് കൊടുത്തു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ചിലര് മാത്രം ലേവി ഗോത്രത്തിലുള്ളവരും വേറെ ചിലരും കൂടെ ഈ കാളയെ ഉണ്ടാക്കി അഗരോനിൽ ചാടിയെന്ന് കയറി. അഗരോനെ നിന്റെ വാക്ക്, ഈ കാള ഉണ്ടാക്കിയെങ്കിലും ഈ വാക്ക് നീ കേട്ടു, യഹോവയുടെ പക്ഷത്തുള്ളവൻ ചാടി അഗരോനിൽ കയറി. അവിടെ എഴുതിയിരിക്കുന്നു, മാറി നിന്ന 3000 പേരെ ഭൂമി വിഴുങ്ങി. ഒറ്റ പരിപാടിക്ക് 3000 പട്ടു മരിച്ചു വീഴും. കേൾക്കുന്നവരാമേ പറയട്ടെ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേച്ച് പറയാം, അഗരോന്റെ കാര്യം. അതും കൂടെ പറഞ്ഞേച്ച് വേണം എനിക്ക് പോകാൻ. ശ്രദ്ധിക്കണമേ, ഇവിടെ എഴുതിയിരിക്കുന്നു 3000 പേര് വിട്ടു വീണു. ഈ 33-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 33-ാം അധ്യായം അതിന്റെ 4-5 വായിച്ചു. 33 വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തന്നെ 32-ന്റെ 21 വായിച്ചു. 32-ന്റെ 21. മോശെ അവരോട് ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അതിന് അവരോട് പറഞ്ഞത്, യജമാനന്റെ കോപം ജ്വലിക്കരുതേ, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നെന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ട ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന പുരുഷനായി മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയിക്കില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടോണം, ശ്രദ്ധിച്ച് കേട്ടോണം. വാക്യത്തിനടിയിലൊക്കെ വരയിട്ടോണം. ഞാൻ അത് തീയിലിട്ടു, ഒരു കാളക്കുട്ടി പുറത്തു വന്നു. ശ്രദ്ധിച്ച് കേട്ടെ. ആദ്യം എങ്ങനെ എഴുതിയത്? അവൻ അവരുടെ പൊന്നും കുണുക്കും എല്ലാം പറിച്ചിട്ട് തീയിലിട്ട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി എഴുതിയിരിക്കുന്നു. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? കുണുക്കെല്ലാം പറിച്ചു, കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി എന്നാ എഴുതിയിരിക്കുന്നത്.
പക്ഷേ 40 ദിവസം പർവ്വതത്തിലിരുന്ന മോശ അഭിഷേകമുള്ളവൻ എന്റെ ചെയ്ത് നിങ്ങൾ നോക്കിയേ 3000 എണ്ണത്തെ ചത്തുപോയി. അതിനുശേഷം ആഹാരന്റെ കുത്തിന് പിടിക്കും ശേഷം നീ കാണിച്ചത് അഭിഷേകമുള്ളവൻ ആഹാരോന്റെ നേരെ കൈ കൊണ്ടിട്ട് ചോദിച്ചു നീ എന്താണ് കാണിച്ചത്? ഉടനെ ആഹാരന്റെ മറുപടി അയ്യോ ഞാനൊന്നും എനിക്കൊന്നും അറിയുന്നുമില്ല, ഞാൻ അവരുടെ ആഭരണം വെച്ചത് എനിക്കറിയാം, തീക്കേ ഉള്ളൂ പുറത്തു വന്നു. പിടികിട്ടുന്നവരാമേ പറയട്ടെ, വാസ്തവത്തിൽ കാളയെ ഉണ്ടാക്കിയതല്ല, കാളയെ തീക്കകത്തൊന്നും പുറത്തു വന്നതാണ്. പിടികിട്ടുന്നവരാമേ പറയുന്ന വാസ്തവത്തിൽ കാളയെ ഉണ്ടാക്കിയതല്ല, അവരുടെ കുണുക്ക് പറിച്ച് തീക്കകത്തിട്ടപ്പോ അവൻ കുണുക്കിനകത്ത് മറഞ്ഞിരുന്ന കാള പുറത്തു വന്നു. എന്താ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആഭരണം ധരിക്കാത്തത്? എന്താ നീ ആഭരണം ധരിക്കാത്തത്? പറയാം. തീയുടെ ശോധന നിന്റെ ജീവിതത്തിൽ വരുമ്പോ ധരിക്കുമ്പോഴാണ് പറയുന്നത് നീ ധരിച്ചിരിക്കുന്ന ആഭരണം കാളയായി പുറത്തു വരും. പിടികിട്ടുന്നവരാമേ പറഞ്ഞോളൂ, പിടികിട്ടുന്നവരാമേ പറഞ്ഞോളൂ. ഇവിടെ ആരെയും ഊരിക്കുന്ന പരിപാടിയില്ല, സത്യം പറഞ്ഞു തരും. നാളെ തീയുടെ ശോധന നീ വരുമ്പോ നീ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ ഒരു കാള പോലെ നിന്റെ മുമ്പിൽ വരാതിരിക്കേണ്ടതിന് ആത്മാവ് പറയുന്നു അഴിച്ചു കളയണം. അവൻ അഹരോനോട് പറഞ്ഞു മോശേ ഞാനൊന്നും ചെയ്തില്ല, ആഭരണത്തിനകത്ത് ഒരു കാള മറഞ്ഞ് ഈ വചനം പറയും. ഇനിപ്പാസല്ല പറഞ്ഞേ, ഒന്നുകൂടെ വായിച്ചു പഠിച്ചോണം. ബാക്കി ഒന്നുകൂടെ വായിച്ച് ഞാൻ അവരോട് 24 ഞാൻ അവരോട് പൊന്നുള്ളത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അവരതെന്റെ പക്കൽ തന്നു, ഞാനത് തീയിട്ടു, ഒരു കാളക്കുട്ടി പുറത്തു വന്നു. ഗൗരവത്തോടെ പറയാം, നീ ധരിക്കുന്ന ആടയാഭരണത്തിനകത്ത് ഒരു കാളെ ഇതും വെച്ചോട്ടോ. നീ അന്യമായിട്ട് പറഞ്ഞു മിക്കവാറും എനിക്ക് തോന്നുന്നത് അഭിഷേകമുള്ളവർ പിടി കിട്ടും. ഇത് കാള ഉണ്ടായിരിക്കരുത്. ഇവിടെ ഉണ്ടേ രക്ഷിക്കപ്പെടാത്തവരോടല്ല, നിങ്ങളത് ശ്രദ്ധിക്കുക വേണം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് പ്രമാണമായിട്ട് നിന്റെ ആഭരണം നാളെ തീയുടെ ശോധന വരുമ്പോൾ 100% ഞാൻ പറയാം, ഒരു തീ പോലത്തെ ശോധന നിന്നെ തൊടുമ്പോൾ അത് നിനക്ക് കാളയായിട്ട് വരും. കാളയെ കൊണ്ട് നടക്കരുത്. മിസ്രൈമിലെ കാള ഇന്നഴിച്ചെറിഞ്ഞു. ഇനി 33-ാമത്തെ അധ്യായം കൂടെ വായിച്ച് ഈ അകരന്റെ കാര്യം പറഞ്ഞേച്ചു പോകാം. സോറി, ഈ വിഷയം അകരന്റെ മറുപടി ഞാനൊന്നും ചെയ്തില്ലേ. ഞാനത് പറഞ്ഞ് തീക്കാത്തോട്ടിട്ടപ്പോ ഒരു കാള പുറത്തു വന്നു. അടുത്തത് വീണ്ടും മോശ ദൈവത്തിന്റെ അടുക്കൽ കൽപ്പലകയുമായി ചെന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആദ്യം ഉണ്ടായിരുന്ന കൽപ്പലക കാള എറിഞ്ഞ് പൊട്ടിച്ചു. അടുത്തത് മോശ ഒരു കൽപ്പലക ഉണ്ടാക്കി ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലുമ്പോൾ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, മോശ ഈ കാളയുടെ മുമ്പിൽ തുള്ളിയ സകല ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിലപാട് വീണു. കേൾക്കുന്നവരാമേ പറയുന്നത് 40 ദിവസം പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോ ജനം കാളയുടെ മുമ്പിൽ ആരാധിച്ചെങ്കിലും അതിനെ ഉടച്ചു കളഞ്ഞിട്ട് വീണ്ടും അവൻ കൽപ്പന വെട്ടിക്കൊണ്ട് ആദ്യം നോക്കിക്കണം. ആദ്യം ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയപ്പോ കൽപ്പനയൊന്നും കൊണ്ടുവരുന്നില്ല, കൈ വീശിയാണ് പോയത്. ദൈവം തന്നെ പാറയ്ക്കകത്തുനിന്ന് കല്ല് കൈകൊണ്ട് വെട്ടിയെടുത്ത് അതിനകത്ത് കൈകൊണ്ട് എഴുതി കൊടുത്തു. മോശയുടെ കൈ 2 കൽപ്പനക ആ സാധനം വിളിക്കാൻ എറിഞ്ഞ് ഉടച്ചത്. രണ്ടാമത് കയറുന്നത് ദൈവം എല്ലാവരും ഈ പ്രാവശ്യം വരുമ്പോ താഴെ 2 കല്ലിൽ വെട്ടിക്കൊണ്ട് വരാം. അഭിഷേകം ദൈവത്തിന്റെ ദാനം. നീ ഒന്നും ചെയ്യണ്ട, തന്നെ അഭിഷേകം നഷ്ടപ്പെടുത്തിയ വില കൊടുക്കേണ്ടി. രണ്ടാമത് മോശ കൽപ്പനകൾ എഴുതി കേൾക്കാൻ കയറി ഊപ്പാടവഞ്ഞ് ചെന്നു. ഏതായാലും അവരെ എഴുതി കൊടുക്കുന്നതിന് മുമ്പ് മോശ ഉടയതമ്പുരാന്റെ മുമ്പിൽ കവിണ്ണു വീണു. എന്തിനാണെന്നറിയാമോ? കാളയുടെ മുമ്പിൽ
തുള്ളിയ സകലത്തിനും വേണ്ടി അഹരോനും വേണ്ടി മോശ മധ്യസ്ഥത നിന്നു. അഹരോനെ, നീ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് മോശ തമ്പുരാന്റെ മുമ്പിൽ നെടുമ്പാട് വീണതുകൊണ്ട്. അതുകൊണ്ടാ ദാവീദ് എഴുതിയത്, അഹരോൻ പറയട്ടെ യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്. കരമടിച്ച ദയ അനുഭവിക്കുന്നവർ എന്നെ പോകേണ്ടത്, എന്നെ കാഞ്ഞു പോകേണ്ടത്. ഇന്നും നീ ജീവനോടെ ഇരിക്കുന്നത് അവിടുത്തെ ദയ. നീ കാളെ കൊണ്ട് തുള്ളി നടന്നപ്പോ നീ പോകഞ്ഞു പോകേണ്ട. പക്ഷേ നിനക്ക് വേണ്ടി ഇടുവിൽ നിന്ന ഒരു മോശയുള്ളത് കൊണ്ട് ദൈവം നിന്നോട് ക്ഷമിച്ചതാ. ഇതിനകത്തിരിക്കുന്നവർ തിരിച്ചറിഞ്ഞോ, നമുക്ക് വേണ്ടി ഇടുവിൽ നിൽക്കുന്ന, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, സദാസമയവും ജീവിച്ചിരുന്ന് നിൽക്കുന്ന ഒരു യേശു എന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കാലം അടങ്ങിയ നമ്മൾ ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനെയുള്ള കഥയാണ് തീരേണ്ടത്. ദൈവം ഒന്നാമത്തെ പുരോഹിതനായിട്ട് ദൈവം ആഹരോനെ തിരഞ്ഞെടുത്തു. കാളെ ഉണ്ടാക്കിയില്ല, വാസ്തവം പറഞ്ഞു. ദൈവമേ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ കാളക്കുട്ടിയെ വാർക്കുണ്ടാക്കിയില്ലെന്ന് പറിച്ചെടുത്തു. തീക്കാത്തോട്ടിട്ടതേ ഉള്ളൂ, മനസ്സാവാച അറിഞ്ഞില്ല. തീക്കാത്തോട്ടിട്ടപ്പോ വീടൊരു കാളയായിട്ട്. പണ്ട് നമ്മുടെയൊക്കെ നാട്ടില് ഒരു മൊട്ടായി ഒരു താരമുണ്ട്. തീ കത്തിക്കുമ്പോ പാമ്പ് തീപ്പെട്ടി കത്തിക്ക് അതിന്റെ രീതി ആഗ്രഹം. ഇത് പറിച്ച് തീക്കാത്ത ബസ് കാള പോവുകയാണ്. നീ കാളെ കൊണ്ട് നടക്കുന്നത്. കാളെ കാള, കഴുത്തെ കാള, അരക്ക് കാള, എവിടെയെല്ലാം കാളുണ്ടോ അവിടെയെല്ലാം കാളക്കുട്ടികളുണ്ടായ തർക്കങ്ങളൊക്കെ ഇഷ്ടമാണ്. കാള ഇല്ലാത്തവരുടെ ഇഷ്ടം. ഒരു കാര്യം കൂടെ പറഞ്ഞു, ആ വിഷയം ഞാൻ വിടാം. സമയം പോയി വിഘ്നേശ്വരുണ്ട്, വേഗം സബ്ജക്റ്റുകളൊക്കെ പോയി സമയം പോയി 1 മണി ഞാൻ സ്റ്റോപ്പ്. അടുത്ത ഒറ്റ വാക്യങ്ങളോടെ വായിക്കുന്നത് 33:4-5. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുഷ്ടാഠ്യമുള്ള ജനമാവുന്നു. ഞാനൊരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംസ്കരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളയുക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഓരോ പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. അങ്ങനെ ഹോർ പർവ്വതം മുതൽ ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. എങ്ങനെ? ദൈവം പറഞ്ഞു, വഴിയിൽ വെച്ച് ഞാൻ നിങ്ങളെ പറഞ്ഞ കനാന്യരും അമോന്യരും ഹിത്യരും പെരിസിനെയും ഹിവ്യരും യെബൂസിനെയും ഓടിച്ചു കിടന്ന് ഞാൻ നിനക്ക് വഴി തുറന്നു. നീ പോകുന്ന വഴിയിൽ നിന്നെ ഞാൻ നോക്കിയേ കനാന്യയും ഹിത്യരും യെബൂസിനെയും പെരിസിനെയും ഒന്നും നീ തകർക്കണ്ട, ഞാൻ തകർത്തോളാം. പക്ഷെ ഞാൻ നിന്നെ തകർക്കാതിരിക്കേണ്ടതിന് നിന്റെ ആഭരണങ്ങൾ നീക്കിക്കളക എന്ന് ആ വാക്യം കേട്ടോണം. വഴിയിൽ വെച്ച് ഞാൻ നിങ്ങളെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടുക്കയില്ല, നിശാഠ്യമുള്ള ജനമാകുന്നു. ഈ വചനം ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ നിശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷമാണ് നിങ്ങളുടെ നടുവിൽ നടന്നു നിങ്ങൾ സംഭരിച്ച്. അതുകൊണ്ട് ദൈവം പറയും, അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണം എന്നറിയേണ്ടതിന് നിന്റെ ആഭരണം നീക്കിക്കളയുക. ഏതോ ദിവസത്തിൽ ആഭരണം ധരിക്കുന്ന വാക്യമുണ്ടോ? ഏതൊരു ആഭരണം? ദൈവം പറഞ്ഞത് അപേക്ഷയല്ല, കൽപ്പന. ദൈവത്തിന്റെ വാക്കൊന്നും അപേക്ഷയല്ല, കൽപ്പന. നിങ്ങളുടെ ആഭരണം ഒരുക്കി പറഞ്ഞിട്ട് നിങ്ങൾ ആരും തെറ്റിയിരിക്കണം. നിങ്ങൾ ആഭരണം ഒരുക്കില്ല, കൽപ്പന പറഞ്ഞിരിക്കണം. ദൈവം അപേക്ഷയല്ല പറഞ്ഞേ, കൽപ്പനയുണ്ട്. ആഭരണം നിന്റേക്ക് ഇല്ലെങ്കിൽ വഴിയോട്ട് ഞാൻ നിങ്ങളുടെ വഴി
ഞാൻ എന്നെ അയക്കാൻ പോവാം. കനാനിയെയും ഹിപ്പിലെയും യെബൂസ്യരെയും സകലത്തിലെ വഴി ഞാൻ തകർക്കും. നിനക്ക് വഴി തരും. പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ ഊടിക്കളഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ തകർക്കും. അന്ന് മുതൽ ഇസ്രായേൽ ജനം ആവരണം. ഇപ്പൊ ഒരു മുടക്ക് ചോദ്യം ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ഇസ്രായേൽ ഉണ്ടായി. ദാവീദും രാജന്മാരും ഒക്കെ ആവരണം ധരിച്ചില്ലേ? ചോദ്യമാണ്. ആൻസർ കേട്ടോ. പ്രമാണ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ ദൈവം പ്രമാണപ്പെടുത്തു, പാപം ചെയ്തു കൊടുത്തു. പാപം ചെയ്തോ? പാപം ചെയ്തത് പ്രമാണം കൊടുത്തിട്ട് പാപം ചെയ്തോ? ചെയ്തു. ആവരണം നൽകിയത് കൊടുത്തിട്ട് അപ്പൊ ദൈവത്തിന് നല്ല കുഴപ്പം ജനത്തിനാണ്. നമ്മൾ നമ്മൾ മുട്ടാപ്പ് വഴി രാജാവ് ഇഷ്ടം പോലെ ആവരണം ധരിക്കണം. ഇനി പറഞ്ഞു വരും തമ്മിലെ ധരിക്കുന്നതുകൊണ്ട് നീ ധരിച്ചു, അത് ദൈവത്തിന്റെ കുഴപ്പമല്ല. പാപം ചെയ്യുന്നു പിന്നെ പാപം ചെയ്തു. ഏതെങ്കിലും പറഞ്ഞ പാപം ചെയ്യുന്നത് നമ്മളുണ്ട് നല്ല ജീവിതത്തിന്റെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. നിങ്ങളുടെ അനുഭവമുണ്ടോ? എല്ലാവരും ഇവിടെ പോകരുത്. അന്ന് മുതൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത കറക്റ്റ് ഇസ്രായേൽ ജനം ആഭരണം ധരിച്ചിട്ടില്ല. പുസ്തകം പറയും. എന്നാൽ അവരുടെ ഇടയ്ക്ക് ചില കുഴിപ്പളവന്മാര് വെടക്കാട്ട് ഇരിക്കുന്ന അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ ധരിക്കാം. അതവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അവർ ഇസ്രായേലാണെങ്കിൽ നമ്മളോ വാഗ്ദത്ത. നിങ്ങളൊരു കാര്യം കേൾക്കണം. ധരിക്കരുതെന്ന ഒരു വാക്യം പുസ്തകത്തിലുണ്ട്. പക്ഷെ ധരിച്ചോളൂമീൻ എന്നൊരു വാക്യം പുസ്തകത്തിൽ ഇല്ല. അതുകൊണ്ട് ഞാനും ഞങ്ങളുടെ കുടുംബവും ധരിക്കുന്നു. വചനം സത്യം നിങ്ങൾ അറിയും. സത്യം നിങ്ങളെ. ഞാനൊരു കാര്യം പറയാം. ഒരു പക്ഷേ ഈ ഒരൊറ്റ കാരണത്തിൽ നിന്റെ നിത്യതയും പോകാം, നിന്റെ വഴിയും അടയാം. കഴിഞ്ഞാഴ്ച എന്നാ പറയാം? കഴിഞ്ഞാഴ്ച വചനം കേൾക്കുന്നവർ മാത്രമാകാതെ അത് ചെയ്യുന്നവരും കേൾക്കുന്നത് ചെയ്യാതിരുന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിയന്മാർക്ക് ഇഷ്ടമാണ്. എത്ര ചതിയന്മാരുണ്ട്? ഞാൻ വരെ കുത്തിയല്ലോ. എന്നെ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി സത്യമായിട്ട് പറയുന്നത്. ഇപ്പൊ മറച്ച് ഒരു കാര്യം എഴുതും. മറച്ച് വെച്ചാൽ വേണം കുറച്ചും കൂടെ ചുമ്മാ പറയാം. കുറെ കൂടെ ആളൊക്കെ ഇത് പറഞ്ഞപ്പോ പറയണം. പല എണ്ണം നമ്മുടെ സമയത്ത് പോയത് ഒന്നും മറച്ചു വെക്കാം. ഷാർപ്പ് ദൂരം പറയും, ഉള്ള കാര്യം പറയും. കെട്ടും പൊട്ടിക്കും, ഉള്ള കാര്യം പറയും. സത്യത്തിന് വിരോധമായിട്ട് ഒന്നുമില്ല. അന്ന് മുതൽ ഇന്ന് വരെയും ഇതനുസരിക്കുന്ന ഭൂരിപക്ഷം അതാണ് വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവർ അവരും വിളിക്കപ്പെട്ടവർ അപ്പുറമുണ്ട്. കുറെ കൂടെ പോകത്തില്ല. 100% പറയാം. ഈ പ്രമാണം വെച്ച് ഒരു ന്യായം ചെയ്യുക. ഏറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ പറയും, പഴയ പ്രമാണങ്ങളൊക്കെ നീങ്ങിപ്പോയല്ലോ, ക്രൂശിലല്ല യേശു നീക്കിയില്ലേ എന്ന് പറയാം. ക്രൂശിൽ യേശു നീക്കിക്കളഞ്ഞത് 3000-ലധികം മോശയ്ക്ക് സപ്ലൈറ്റ് കൊടുത്ത യാഗങ്ങളോട് ബന്ധപ്പെട്ട പ്രമാണങ്ങളാണ്. തുടരുത്, പിടിക്കരുത്, രുചിക്കരുത്, അശുദ്ധിനെ മാറ്റി നിർത്തണം, ചുമന്നുള്ളവരെ മാറ്റി നിർത്തണം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചേ, പഴയ നിയമത്തിലൊരു കൽപ്പനയാണ്. നിന്റെ അർഹതി നിന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ പുരോഗതിയിലൊക്കെ കൊണ്ടുപോകണം എന്ന് പറയുന്ന ദൈവം ഞാൻ പറഞ്ഞതിന് കേട്ടിട്ട് അനുസരിച്ചില്ല. അവൻ എന്നെയാണെന്ന് അറിയാമോ? പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കണ്ടവനെ കൊല്ലണം. ഇതിനെയൊക്കെ പണ്ടേ തെളിഞ്ഞു കൊല്ലണം സമയം. അതൊക്കെയാ മാറ്റിയത്. അത് കൽപ്പനയ്ക്ക് മാറ്റമില്ല. ദൈവം ഡയറക്റ്റായിട്ട് പറഞ്ഞ പ്രമാണത്തിന് അന്നും ഇന്നും ഒരു മാറ്റം. ഇതിന്റെ വള്ളിക്കോ പുള്ളിക്കോ ഒരു മാറ്റമില്ല. ദൈവവചനം അനുസരിക്കുന്നവർ. 2 അഗരോൻ ഗ്രഹം ദൈവത്തിന്റെ ദയ. എല്ലാ കാര്യം അഗരോനെ നീ അന്ന് പുകഞ്ഞു പോകേണ്ടതാ എന്ന് നീ കാളയുടെ പരിപാടി നടത്തി അതിന്റെ മുമ്പിൽ യാഗം കഴിച്ചപ്പോ നിന്നെ കൂടെ പുകച്ചു കളയാൻ ദൈവം പദ്ധതി ഇട്ടെങ്കിലും നിനക്ക് വേണ്ടി മോശ എന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയത് കൊണ്ട് നീ
പ്രവേശിക്കുന്ന ഒരു ദൈവം, അവൻ ഒരു കർത്താവ്, അവൻ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നീ ഇന്നും ഇതിനകത്തിരിക്കുന്നത്. ആ ദൈവത്തിന് കരം ഉയർത്തി നല്ല ഒരു ഹല്ലേലൂയ പറഞ്ഞേ, നല്ല ഒരു ഹല്ലേലൂയ. വ്യവസ്ഥ അനുസരിച്ചാൽ നിന്റെ അവസ്ഥ മാറും. ഇവിടെ പറയാം, വ്യവസ്ഥ അനുസരിച്ചാൽ നിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനം അനുസരിച്ച് വിശുദ്ധ മേശയിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യണം. നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ അടുത്തത് ഇസ്രായേൽ ഗ്രഹവും അകലവും. അടുത്തതല്ല ദൈവ ഭക്തർ, യഹോവ ഭക്തർ. അവരാരാ? അവര് നമ്മളാണ്. അവരാരാ? യാതൊരു മനുഷ്യന്റെ കണ്ണിനും ദയവില്ലാതെ കിടന്നപ്പോ അന്യനും പരദേശിയും സമയമില്ല. പറയുന്നു, അവൻ മുമ്പേ നിങ്ങൾ ജാതികളായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു, വാഗ്ദത്തങ്ങൾ കന്യകളായിരുന്നു, അവൻ പരദേശികളായിരുന്നു. ഇങ്ങനെയുള്ള നിങ്ങളെയും അവൻ ചേർത്തു. അർത്ഥം കാൽവരി ക്രൂശിൽ വേർപാടിന്റെ നടുച്ചുവരിടിച്ചു കളഞ്ഞ് അവൻ നമ്മെയും എല്ലാവരെയും ഒന്നാക്കി. ആ കാൽവരി ക്രൂശിന്റെ മഹത്വമാ ഇന്ന് പലർ ഇതിനകത്തിരിക്കാൻ ഒരു യോഗ്യത കിട്ടിയത്. എത്ര പേർക്ക് നല്ല ഒരു ആമേൻ പറയാൻ കഴിയും? 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് താണഭൂമിയിൽ ഇറങ്ങി വന്ന് ക്രൂശ് മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്ത ഒരു യേശു ക്രിസ്തു, അവൻ നിന്റെ വേർപാടിന്റെ നടുതുവരെ ഇടിച്ചു കളഞ്ഞു. അധികം നല്ലൊരു ആമേൻ പറഞ്ഞു. ഒരു പറഞ്ഞേ, സാക്ഷ്യം പറയാൻ പോവാ. സമയമില്ല, പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞേ. വേഗം വേഗം, സമയമില്ല.